നമസ്കാരം. സാഗരി റൈസ് പ്ലസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഫോർട്ടിഫിക്കേഷൻ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ ഫുഡ് ഐറ്റംസിന്റെ പേര് അല്ലെ, ഫോർട്ടിഫൈഡ് ഫുഡ്സ്, ഫോർട്ടിഫൈഡ് റൈസ് കേട്ടിട്ടുണ്ട്, ഫോർട്ടിഫൈഡ് വീറ്റ്, ഫോർട്ടിഫൈഡ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഫോർട്ടിഫൈഡ് എന്നൊരു ടേം ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കേൾക്കുന്നതാണ്. അപ്പൊ ആ ഒരു ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഫുഡ് ഫോർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫുഡ് ആർ ഫോർട്ടിഫൈഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയില് ഫോർട്ടിഫൈഡ് ഫുഡ്സ് ഏതൊക്കെയാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻസ് 4. ആദ്യത്തെ ഓപ്ഷൻ പറയുന്നു മിൽക്ക് ആൻഡ് ഓയിൽ, ബി സോൾട്ട്, സി വീറ്റ് ഫ്ലോർ ആൻഡ് റൈസ്, ഡി ഓൾ ഓഫ് ദീസ്. അപ്പൊ ഇതിൽ നമ്മുടെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഓപ്ഷൻ എ എന്നാണ് കൊടുത്തിരുന്നത്. അതായത് മിൽക്കും ഓയിലും മാത്രമാണ് ഫോർട്ടിഫൈഡ് ഫുഡ് ഇന്ത്യ എന്നാണ് കൊടുത്തിരുന്നത്. ശരിക്കും ഇതിന്റെ ആൻസർ ഏതേ വരുള്ളൂ? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസേ വരുള്ളൂ. മിൽക്ക്, ഓയിൽ, സോൾട്ട്, വീറ്റ് ഫ്ലോർ, റൈസ് ഇതെല്ലാം എന്താണ് ഇന്ത്യയിൽ ഫോർട്ടിഫൈ ചെയ്യുന്ന ഫുഡ് പ്രോഡക്ട്സ് ആണ്. അപ്പൊ നമ്മുടെ FSSAIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അതിന്റെ കവർ പേജ് തന്നെ എന്താണ്? ഫോർട്ടിഫൈഡ് ഫുഡ്സ്. ഏതൊക്കെയാ കൊടുത്തേക്കുന്നത്? വീറ്റ് ഫ്ലോർ ഉണ്ട്, റൈസ് ഉണ്ട്, സോൾട്ട് ഉണ്ട്, എഡിബിൾ ഓയിൽ ഉണ്ട്, മിൽക്ക് ഉണ്ട്. സോ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഓപ്ഷനിൽ നേരത്തെ പറഞ്ഞതായി തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിലുള്ള ഫുഡ് ഐറ്റംസും എന്താണ്? ഫോർട്ടിഫൈഡ് ഫുഡ്സ് ഇൻ ഇന്ത്യ ആണ്. സോ ഫോർട്ടിഫൈഡ് ഫുഡ്സ്, അതുപോലെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞ് അങ്ങനെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നതെങ്കിൽ ഏതൊക്കെയാണ് ഈ തന്നിരിക്കുന്ന നമ്മുടെ 5 ഫുഡ്സും എന്താണ്? ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താല് നമുക്ക് മനസ്സിലാവുമല്ലോ എന്താ ടോപ്പിക്ക് പറയുന്നുള്ള കാര്യം, നമുക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. നേരെ പോർഷനിലേക്ക് പോവാം. എന്താണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ? ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്താണ്? സിംപ്ലി പറഞ്ഞാല് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ധാരാളമായിട്ട് കഴിക്കുന്ന ഫുഡ് ഐറ്റംസിലേക്ക് കുറച്ച് വൈറ്റമിൻസും മിനറൽസും എല്ലാം ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സിംപ്ലി എന്തെന്ന് വിളിക്കുന്നത്? ഫോർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ്? അഡിഷൻ ഓഫ് കീ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ആഡ് ചെയ്യുന്നത്? അയൺ, അയഡിൻ, സിങ്ക്, വൈറ്റമിൻ എ ആൻഡ് ഡി. ഇനി ഫോളിക് ആസിഡ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്. ഇതെല്ലാം എന്താണ്? നമ്മുടെ ഫുഡിലേക്ക് ഫോർട്ടിഫിക്കേഷൻ എന്ന പ്രോസസ്സ് വഴി ആഡ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ആണ്. അതായത് വൈറ്റമിൻസും മിനറൽസും ആണ്. ഓക്കെ, അപ്പോൾ അയൺ, അയഡിൻ, സിങ്ക്, വൈറ്റമിൻ എ ആൻഡ് ഡി ഇതെല്ലാം എന്ത് ചെയ്യും? സ്റ്റേപ്പിൾ ഫുഡ്സിലേക്ക് ആഡ് ചെയ്യും. എന്താ സ്റ്റേപ്പിൾ ഫുഡ്സ്? എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ടല്ലോ, റൈസ്, വീറ്റ്, ഓയിൽ, മിൽക്ക് ആൻഡ് സോൾട്ട്. ഇതെല്ലാം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കഴിക്കുന്നതല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ന്യൂട്രിയൻസ് അഡീഷണലി ആഡ് ചെയ്യുകയാണ്. ആ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നത്? ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ന്യൂട്രിയൻസ് സാധാരണഗതിയിൽ ചിലപ്പോൾ നമ്മുടെ ഫുഡ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഓരോ ഫുഡ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും? ലോസ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ ലോസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ കഴിച്ച ന്യൂട്രിയൻസ് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഏത്? ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിങ്. അപ്പോൾ ഈ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്താ ലക്ഷ്യം വയ്ക്കുന്നത്? ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി വരാൻ പാടില്ല. ടു പ്രിവെന്റ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. നമ്മൾ കഴിക്കുന്ന ഫുഡ്സ് നമുക്ക് ആരോഗ്യം കിട്ടാനും നമ്മളുടെ ബോഡിയിൽ നന്നായിട്ട് എല്ലാ ഫംഗ്ഷൻസും നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ആ ഫുഡിനകത്ത് ന്യൂട്രിയൻ കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് പറ്റും? ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. ആ ഡെഫിഷ്യൻസീസ് വരാതിരിക്കാൻ, അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. ഫുഡ് എല്ലാവരും കഴിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ ന്യൂട്രിയൻസ് എല്ലാം എല്ലാവരിലേക്കും എത്തും. ഇനി ഫോർട്ടിഫിക്കേഷൻ ഫുഡ്സിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ഇതാ ഇവിടെ പറയുന്നുണ്ട് എഗ്ഗിന്റെ കാര്യം. മുട്ട, നമ്മുടെ കോഴിമുട്ടയ്ക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഫോർട്ടിഫൈ ചെയ്തേക്കുന്നത് omega-3 ഫാറ്റി ആസിഡ്സ് കൊണ്ടാണ്. അപ്പൊ omega-3 ഫാറ്റി ആസിഡ്സ് വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കഴിച്ചാൽ മതി? ഫോർട്ടിഫൈഡ് എഗ്സ് കഴിച്ചാൽ മതി. നെക്സ്റ്റ് ആൽമണ്ട് മിൽക്കിന്റെ കാര്യമാണെങ്കിലോ, ആൽമണ്ട് മിൽക്ക് എന്തുകൊണ്ടാണ് ഫോർട്ടിഫൈ ചെയ്തേക്കുന്നത്? ഫോർട്ടിഫൈഡ് വിത്ത് കാൽഷ്യം, വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ ഡി. ഇനി റൈസ്, ഏറ്റവും കൂടുതൽ ഏഷ്യൻ ആൾക്കാർ കഴിക്കുന്ന ഒരു ഫുഡാണ് റൈസ് അല്ലെ. അപ്പോൾ ആ റൈസിനകത്ത് അയൺ ഡെഫിഷ്യൻസി ഒക്കെ വരാതിരിക്കാൻ, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കഴിക്കാം? ഫോർട്ടിഫൈഡ്, അയൺ ഫോർട്ടിഫൈഡ് റൈസ് കഴിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഓറഞ്ച് ജ്യൂസ് ആണെങ്കിലോ, ഫോർട്ടിഫൈഡ് വിത്ത് കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി ആണുള്ളത്. സ്ലൈസ്ഡ് ബ്രെഡ് ആണെങ്കിൽ എങ്ങനെയാ? ഫോർട്ടിഫൈഡ് വിത്ത് ഫോളിക് ആസിഡ് ഉണ്ട്.
നെക്സ്റ്റ് ടേബിൾ സോൾട്ട് ആണെങ്കിൽ എങ്ങനെയാ, അയഡിൻ ചേർത്തിട്ടുണ്ട്, അയഡിൻ ഫോർട്ടിഫൈഡ് ആണ്, അയഡൈസ്ഡ് സോൾട്ട് എന്ന് പറയാറില്ലേ. അപ്പോൾ അയഡിൻ ഡെഫിഷ്യൻസി എല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, സോൾട്ടിനെ അയഡിൻ കൊണ്ട് ഫോർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് അതേമാതിരി അങ്ങ് പഠിക്കുക. നേരത്തെ നമ്മൾ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ, അപ്പൊ ആ ക്വസ്റ്റ്യനിൽ വരാത്ത ഓപ്ഷൻസ് ഇവിടെ ഉണ്ടല്ലോ, ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, സ്ലൈസ്ഡ് ബ്രെഡ് ഉണ്ട്, ടേബിൾ സോൾട്ട്, ഇതൊക്കെ കയറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം അറിഞ്ഞിരിക്കണം. സോ ഫുഡ് ഫോർട്ടിഫിക്കേഷന്റെ എക്സാമ്പിൾസ് നോക്കിയാൽ എഗ്സ് ഉണ്ട്, ആൽമണ്ട് മിൽക്ക്, റൈസ്, ഓറഞ്ച് ജ്യൂസ്, സ്ലൈസ്ഡ് ബ്രെഡ്, ടേബിൾ സോൾട്ട്. ഇനി സാധാരണ നമ്മൾ മിൽക്ക്, ഇവിടെ ഒരു ഫിഗറിനകത്ത് നമ്മൾ മിൽക്ക് കൊടുത്തിട്ടുണ്ട്. ഈ മിൽക്കിനകത്ത് നമ്മൾ എന്തൊക്കെയാ ഫോർട്ടിഫൈ ചെയ്യുന്നത്? മിൽക്ക് ഫോർട്ടിഫൈ ചെയ്യുന്നത് പ്രധാനമായിട്ടും വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ ഈ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ഓൾറെഡി മിൽക്കിൽ ഉണ്ടായിരിക്കും. അതിന്റെ ഫാറ്റി കണ്ടന്റുമായിട്ട് ചേർന്ന് ഈ ഒരു വൈറ്റമിൻസ് പ്രസന്റ് ആയിരിക്കും. പക്ഷെ ഓരോ പ്രോസസ്, നമുക്ക് ടോൺഡ് മിൽക്കാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്, സിംഗിൾ ടോൺ, ഡബിൾ ടോൺ മിൽക്കാണ് നമുക്ക് അവൈലബിൾ ആകുന്നത്. അപ്പൊ ഈ ടോൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള വൈറ്റമിന്റെ കണ്ടന്റ് കുറഞ്ഞു പോകും. അപ്പൊ ആ കുറഞ്ഞു പോകുമ്പോഴത്തേക്ക് നമ്മൾ പാല് കുടിച്ച് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവോ? ഉണ്ടാവത്തില്ല. സോ എന്ത് ചെയ്യും, നമ്മൾ വൈറ്റമിൻ ഫോർട്ടിഫൈ ചെയ്തിട്ട് മിൽക്സ് ഫോർട്ടിഫിക്കേഷന് വിധേയമാക്കാറുണ്ട്. സോ മിൽക്ക് ഫോർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് എക്സ്ട്രാ പറയാനുള്ളൊരു പോയിന്റ്. വൈറ്റമിൻ എയും ഡി ആണ് ഓൾറെഡി ഉള്ളതാണ്, പക്ഷേ പ്രോസസ്സിങ്ങിന്റെ സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അഡീഷണലി വൈറ്റമിൻസ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയാണ്, വൈ ഡു വി നീഡ് ഫോർട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫുഡ് ഫോർട്ടിഫൈ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ഈ ഒരു കുറച്ച് 2 സ്ലൈഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഐഡിയ ഉണ്ടായിരിക്കും. എന്താണ്? ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ന്യൂട്രിയൻസിനെ കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും? ഡെഫിഷ്യൻസി എന്ന് വിളിക്കും. അപ്പോൾ ആ ഒരു ഡെഫിഷ്യൻസി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഐഡിയ വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ടേം പഠിക്കാനായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ നമ്മൾ ആഹാരം, ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫുഡ് നന്നായിട്ട് കിട്ടാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പ്രധാനപ്പെട്ട മൈക്രോ ന്യൂട്രിയൻസ് ഒന്നും ബോഡിയിൽ കിട്ടാതെ വരും. അപ്പൊ അങ്ങനെ കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? മാൽ ന്യൂട്രീഷൻ വരും, അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ മാൽ ന്യൂട്രീഷൻ വരും. അപ്പൊ ഈ മൈക്രോ ന്യൂട്രിയൻ മാൽ ന്യൂട്രീഷൻ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹിഡൻ ഹങ്കർ എന്ന് വിളിക്കും. അപ്പൊ ഫോർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു എന്താണ് ടേം ആണ് ഹിഡൻ ഹങ്കർ. എന്താ ഹിഡൻ ഹങ്കർ? മൈക്രോ ന്യൂട്രിയന്റിന്റെ മാൽ ന്യൂട്രീഷനെയാണ് നമ്മൾ ഹിഡൻ ഹങ്കർ എന്ന് വിളിക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് റിസ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിന്റെ മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കറക്റ്റ് ആയിട്ട് ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടാത്ത ആൾക്കാർ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടൊരു ആഹാരം, അൺഅവൈലബിലിറ്റി ഓഫ് ഫുഡ്, സാധാരണ ഡയറ്റിലുള്ള നമ്മൾ ഹെൽത്തി ഫുഡാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ആ ഒരു ഹെൽത്തി ഫുഡ് ഹെൽത്തി ഫുഡ് പോയിട്ട് ഫുഡ് പോലും കിട്ടാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റും? മാൽ ന്യൂട്രീഷൻ, മൈക്രോ ന്യൂട്രിയന്റിന്റെ മാൽ ന്യൂട്രീഷൻ വരും. സോ അത് പരിഹരിക്കുക എന്നുള്ളത് ഫസ്റ്റ് ഒരു കാര്യമാണ്. ഇനി ഈ ഒരു കൺസിഡറബിൾ ലോസ് ഓഫ് ന്യൂട്രിയൻ, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ഇപ്പോൾ ഫുഡിന് നമ്മളിപ്പോൾ അഗ്രികൾച്ചറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഫുഡ് മെച്യൂർ ആവുന്നു, ഹാർവെസ്റ്റ് ചെയ്യുന്നു, പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡ്ലിംഗിലേക്ക് പോകുന്നു, പിന്നെ ഫർദർ പ്രോസസ്സിങ്ങിൽ പോകുന്നു എന്നൊക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തു വരുമ്പോൾ ഫുഡിനകത്തുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഒരു കുറച്ച് എമൗണ്ട് എങ്കിലും എന്ത് പറ്റും? ലോസ് ആയി പോവും. നമ്മൾ വെറുതെ വയറ് വീർപ്പിക്കാനാണോ ഫുഡ് കഴിക്കുന്നത്? അല്ല, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണം ബോഡിക്ക് വേണം. അപ്പൊ ആ ഗുണം തരാനുള്ള കണ്ടന്റുകൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫുഡിൽ നമ്മൾ ആ ഗുണങ്ങൾ ഉൾപ്പെടുത്തണം. നേരത്തെ ഞാൻ പാലിന്റെ കാര്യം പറഞ്ഞിരുന്നു. പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള വൈറ്റമിൻ എ, ഡി കണ്ടന്റ് പോകുമ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം? അഡീഷണലി ആഡ് ചെയ്ത് കൊടുക്കണം, മിൽക്കിനെ ഫോർട്ടിഫൈ ചെയ്യണം. അതേമാതിരി തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ്സിന്റെ ന്യൂട്രിയൻസ് പ്രോസസ്സിംഗ് മൂലം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യണം. അപ്പൊ ഫോർട്ടിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മുടെ ന്യൂട്രീഷൻ ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ നമുക്ക് ഫുഡിന്റെ സപ്ലിമെന്റേഷൻ കിട്ടും. അപ്പൊ പല രീതിയിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഫുഡ്സ് നമുക്ക് കിട്ടും, ഡൈവേഴ്സ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഫുഡ് വഴി നമുക്ക് ന്യൂട്രിയന്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു സപ്ലിമെന്റേഷനും നടക്കും. ഇതാണ് ഇത്രയും പറഞ്ഞതാണ് പ്രധാനമായിട്ടും ഫുഡ് ഫോർട്ടിഫിക്കേഷന്റെ നീഡ് എന്ന് പറഞ്ഞത്.
നെക്സ്റ്റ് ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരുന്നത് കുറച്ച് അസുഖങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. അസുഖം എന്ന് പറയുന്നില്ല, കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി, അയഡിൻ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി ആൻഡ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി. അപ്പോൾ വൈറ്റമിൻ എ, അയഡിൻ, അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഈ 4 ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഈ 4 കണ്ടന്റുകളുടെ ഡെഫിഷ്യൻസി വരുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കർ ചെയ്യും. എന്തൊക്കെയാ കണ്ടീഷൻസ്? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ആണുള്ളതെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് അയഡിന്റെ ഡെഫിഷ്യൻസി വന്നാൽ എന്ത് വരും? ഗോയിറ്റർ വരും. ഇനി അയൺ ആണെങ്കിൽ എന്താണ്? അയൺ ആണെങ്കിൽ അനീമിയ ഒക്കർ ചെയ്യും. ഇനി ഫോളിക് ആസിഡ് ആണെങ്കിൽ ഫോളിക് ആസിഡ് സപ്ലിമെന്റ്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്ന ആരാണ്? പ്രഗ്നന്റ് ലേഡീസ് ആണ്. അല്ലെങ്കിൽ ലേഡീസ് ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്തൊക്കെ കുറച്ച് എന്താണ് നമ്മുടെ ബോഡി വീക്ക് ആകുമ്പോഴേക്ക് നമുക്ക് ഫോളിക് ആസിഡ് സപ്ലിമെന്റ് എടുക്കാവുന്നതാണ്. പക്ഷെ കൂടുതലും പ്രഗ്നന്റ് ലേഡീസ് ആണ് ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നത്. അപ്പൊ ആ ഫോളിക് ആസിഡ് എന്തിനു സഹായിക്കും? അകത്ത് വളരുന്ന ബേബിയുടെ ഗ്രോത്തിനും കാര്യങ്ങൾക്കൊക്കെ സഹായിക്കും. അപ്പൊ ഈ ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ടാബ്ലറ്റ് ആയിട്ടല്ല, അല്ലാണ്ടാണെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്ന ഫുഡ്സിലേക്ക് ഫോളിക് ആസിഡ് കിട്ടുന്നില്ല. ആ ഒരു ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ബർത്ത് ഡിഫക്റ്റുകൾ വരാനുള്ള ചാൻസുകൾ ഉണ്ട്. സോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കുറച്ച് ഡെഫിഷ്യൻസിയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം NFHS പ്രകാരം ഇന്ത്യയിൽ ഒരു കണക്കൂടെ പറയുന്നുണ്ട്. 58.4% ഓഫ് ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 59 മന്ത്സ് ആണ്. 6 മാസം മുതൽ 50 മാസം വരെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ട്? അനീമിയ ഉണ്ട്. അതായത് അവർക്ക് സിവിയർ ആയിട്ട് അയൺ ഡെഫിഷ്യൻസി ഉണ്ട്. എത്ര ശതമാനം പറയുന്നേ? 58.4 ആണ്. ചെറിയ ശതമാനം അല്ല, വലിയ ഒരു ശതമാനം ഓഫ് കുട്ടികൾക്കും എന്തുണ്ട്? അനീമിയ ഉണ്ടെന്നാണ് ഒരു ഇന്ത്യയുടെ NFHS പ്രകാരം പറയുന്നത്. ഇനി റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക്, റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള വുമൺ 53.1% എങ്ങനെയാണ്? അനീമിയാണ്. അവർക്കും എന്താണ്? സിവിയർ ആയിട്ടുള്ള അയൺ ഡെഫിഷ്യൻസി ഉണ്ട്. 35.7% ഓഫ് കുഞ്ഞുങ്ങൾ അണ്ടർ 5നും എന്താണ്? അണ്ടർ വെയിറ്റ് ആണ്. അണ്ടർ വെയിറ്റ് എന്ന് പറയുമ്പോൾ മാൽ ന്യൂട്രീഷൻ ആണ്. കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഫുഡ് കിട്ടുന്നില്ല, ന്യൂട്രിയൻസിന്റെ ഒരു എന്താണ് പ്രസൻസ് ഒന്നും ബോഡിയിൽ ഇല്ലാണ്ട് വരുമ്പോഴാണ് ഈ ഒരു അണ്ടർ വെയിറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു സർവേ കണക്കാണ് ഇവിടെ തരുന്നത്. ആ ഒരു കണക്ക് അറിഞ്ഞിരിക്കുക. എന്തിനു വേണ്ടി അറിയുന്നത്? എത്രത്തോളം സിവിയർ ആണ് ഈ ഒരു മൈക്രോ ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ന്യൂട്രിയൻസ് ബോഡിയിൽ എത്തിയില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നമാണ്, അല്ലെങ്കിൽ എത്രമാത്രം പ്രശ്നങ്ങളാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി WHO പ്രകാരം ഈ മൈക്രോ ന്യൂട്രിയൻസിനെ പറ്റി WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഈ മൈക്രോ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്തിനാണ്? ഒരാൾക്ക് മാത്രം നന്നാവാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഹോൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വേൾഡിലുള്ള ആളുകൾക്ക് എല്ലാം വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാംസ് ഈ പറയുന്നത് അനുസരിച്ച് എങ്ങനെയാണ്? അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ ആയിട്ട് ചെയ്യുക, അതുപോലെ ഹൈ ഡോസ് വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ നടത്തുക, ബ്രസ്റ്റ് ഫീഡിംഗ് പ്രൊമോട്ട് ചെയ്യുക. ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് എന്താണ് ഗ്രോത്തിനുള്ള പ്രശ്നങ്ങൾ, ഗ്രോത്തിന് തടസ്സങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഫോർട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്. അപ്പോൾ WHO ഈ മൈക്രോ ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി തടയാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പ്രോഗ്രാമിൽ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് എന്ത്? ഫുഡ് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഫോർട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ്. എന്തുകൊണ്ടാണ് ഫുഡ് ഫോർട്ടിഫൈ ചെയ്യേണ്ടത്? മൈക്രോ ന്യൂട്രിയൻസ് കൊണ്ടാണ്. അതുപോലെ തന്നെ എന്താണ്? ഡൈവേഴ്സ് വൈറ്റമിൻസും മിനറൽസും എല്ലാം കൊണ്ട് എന്ത് ചെയ്യുക? ഫുഡ് ഫോർട്ടിഫൈ ചെയ്യുക. എന്നിട്ട് പോപ്പുലേഷനകത്തേക്ക് ഇത് സപ്ലൈ ചെയ്യുക. ആ സപ്ലൈ ചെയ്യുന്നത് വഴി ആളുകൾക്ക് എന്ത് വരാം? ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി തടയാനായിട്ട് സാധിക്കും. ഇനി ഈ സാൾട്ട് അയഡൈസേഷൻ എന്ന് പറയുമ്പോൾ, സാൾട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫുഡിനൊരു കഴിക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു സെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരാളാണ് സാൾട്ട്. അപ്പൊ ഈ സാൾട്ടിൽ അയഡിൻ ആഡ് ചെയ്യുക മീൻസ് എന്താണ്? നമുക്ക് അയഡിൻ എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ഈ ഒരു സോൾട്ട് അയഡൈസേഷൻ. അപ്പോൾ ഈ അയഡിൻ ഡെഫിഷ്യൻസി ഒക്കെ തടയാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾട്ട്, അയഡൈസ്ഡ് സോൾട്ടുകൾ കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്? ഫോർട്ടിഫിക്കേഷൻ ഓഫ് വീറ്റ് ഫ്ലവർ. വീറ്റ് ഫ്ലവർ ഒക്കെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് മെറ്റീരിയൽ ആണ്. സോ വീറ്റ് ഫ്ലവറിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു അയൺ കൊണ്ട് ഫോർട്ടിഫൈ ചെയ്യാം. അതുപോലെ ഫോളിക് ആസിഡ് കൊണ്ട് ചെയ്യാം. ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് അതുപോലെ അനീമിയ പോലുള്ള കണ്ടീഷൻ
കണ്ടീഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ WHO ഈ ഒരു മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിക്ക് എതിരെയായിട്ട് വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രാപ്തിയുള്ളതാണ് ഈ ഒരു മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. ഇനി നമ്മുടെ ഈ ഫോർട്ടിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ന്യൂട്രീഷണൽ ക്വാളിറ്റിയെ സംബന്ധിച്ച പോയിന്റ് ആണ്. ഫുഡ്സിന്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഫോർട്ടിഫിക്കേഷന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. വെറുതെ വയർ നിറയ്ക്കാനല്ല നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. എന്തിനാ കഴിക്കേണ്ടത്? ആ ഫുഡിൽ നിന്ന് നമുക്ക് ന്യൂട്രിയന്റ് കിട്ടണം, ന്യൂട്രീഷണൽ ക്വാളിറ്റി എൻഷുർ ആക്കണം. സോ മെയിൻറ്റെയിനിങ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഫോർട്ടിഫിക്കേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് പറയുന്നത്, ഇപ്പോൾ ന്യൂട്രിയൻസ് ആവശ്യമാണെന്ന് പറഞ്ഞു. ഫുഡിൽ നമുക്ക് ന്യൂട്രിയൻസ് വേണം. ആ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ പ്രോപ്പർ ആയിട്ടുള്ള ബോഡി ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു പോയിന്റ് നമ്മൾ പറഞ്ഞു. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ ന്യൂട്രിയൻസ് അബണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കണക്ക് ഇല്ലാണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് സപ്ലൈ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണെങ്കിലും അധികമായാൽ എന്താണ്? വിഷമാണ്. അധികമായാൽ അമൃതം വിഷം എന്നല്ലേ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന മിനറൽസ്, വൈറ്റമിൻസ്, അയൺ ഇതെല്ലാം നമ്മൾ അളവിൽ കൂടുതൽ ഡെഫിഷ്യൻസി ഒന്നും വരണ്ട, ഒരുപാട് അങ്ങ് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ അബണ്ടന്റ് ആയിട്ട് ആഡ് ചെയ്താൽ അത് ടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യും. സോ കറക്റ്റ് ആയിട്ടുള്ള അഡക്വേറ്റ് ലെവൽസ് ഓഫ് ന്യൂട്രിയൻസ് എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് നമ്മൾ ലെവൽസ് നോക്കിയിട്ട് ഫുഡിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു ഗ്രേറ്റർ റിസ്കിൽ വരുന്ന അല്ലെങ്കിൽ ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉള്ള പോപ്പുലേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ട് ആ ഡെഫിഷ്യൻസി പ്രിവെന്റ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അതൊരു കൊമേഴ്ഷ്യൽ വ്യൂ ആണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രോഫിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്, ഫുഡ് മാനുഫാക്ചറർ ആണ്. അപ്പൊ എൻ്റെ രീതിയിലാണെങ്കിൽ എങ്ങനെയാണ്, ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റിന്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? അത് മേടിക്കും, ഇല്ലേ? അല്ലാതെ വെറുതെ അവർ എനിക്ക് പൈസ തന്ന് മേടിച്ചോണ്ട് പോവോ? ഇല്ല. ഞാൻ സപ്ലൈ ചെയ്യുന്ന ഫുഡ്സിൽ ന്യൂട്രീഷണൽ വാല്യൂ ഒരുപാടാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണത്? പ്രോഫിറ്റ് ആണ്. ഒരു കൊമേഴ്ഷ്യൽ വ്യൂവിൽ പറയുന്ന കാര്യമാണ്. അപ്പൊ ഈ ഫോർട്ടിഫിക്കേഷൻ ചെയ്ത് ന്യൂട്രീഷണൽ വാല്യൂ നമ്മൾ അധികമാക്കിയാൽ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ആ പ്രോഡക്റ്റിന്റെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മാർക്കറ്റിന് നമുക്ക് ഒരു ലാഭമാണ് ഉണ്ടാവുന്നത്. സോ ടു ഇൻക്രീസ് ദ ആഡഡ് ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ദ പ്രോഡക്റ്റ്, അതെന്താണ്? കൊമേഴ്ഷ്യൽ വ്യൂവിലാണ് പറയുന്നത്. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് സർട്ടൻ ടെക്നോളജിക്കൽ ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഫുഡ് പ്രോസസ്സിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് എങ്ങനെ ആഡ് ചെയ്യും? ബൾക്കായിട്ടുള്ള എമൗണ്ട്, റൈസ് ആണെങ്കിലും മിൽക്ക് ആണെങ്കിലും വീറ്റ് ഫ്ലവർ ആണെങ്കിലും ഇത് ബൾക്കായിട്ടുള്ള എമൗണ്ടിലേക്കാണ് നമ്മൾ ഈ ഒരു ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോന്ന് എടുത്തിട്ടാണോ നമ്മൾ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നത്? അല്ല. സോ അതുകൊണ്ട് നമുക്ക് അവിടെ എന്താണ്? ഒരുപാട് ടെക്നോളജിക്കൽ ഫങ്ഷൻസ് ഈ ഫുഡ് പ്രോസസ്സിംഗിൽ ആർക്ക് കൊടുക്കാൻ പറ്റും? ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് വഴി കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു ഫോർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ ഡിസൈൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി ടാർഗറ്റ് ഗ്രൂപ്പ്. ടാർഗറ്റ് ഗ്രൂപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആരിലേക്കാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഫുഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഏത് ഗ്രൂപ്പിനെയാണ് നമ്മൾ ടാർഗറ്റ് എന്താണ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റിലെ ചെയ്യുക. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ടാർഗറ്റ് ഗ്രൂപ്പ് ആണ് ഫസ്റ്റിലെ വരുന്ന ഈ ഒരു ഫോർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ ഡിസൈൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ന്യൂട്രിയൻസ് ടു ബി ആഡഡ്. ഏതൊക്കെ ഫുഡ്സിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു പല തരത്തിലുള്ള ഫോർട്ടിഫൈഡ് ഫുഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ സോൾട്ടിനകത്ത് അയഡിൻ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു, റൈസിനകത്ത് അയൺ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു, മിൽക്കിനകത്ത് വൈറ്റമിൻ എ, ഡി ഒക്കെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ഫുഡ്സിനകത്ത് നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ആണ് ആഡ് ചെയ്യുന്നത്. എല്ലാ ഫുഡ്സിലും എല്ലാ ന്യൂട്രിയൻസും ആഡ് ചെയ്യില്ല, എല്ലാ ഫുഡ്സിലും ഒരേപോലത്തെ ന്യൂട്രിയൻസും ആഡ് ചെയ്യില്ല. അപ്പോൾ ഏതൊക്കെ ന്യൂട്രിയൻസ് ഏതൊക്കെ ഫുഡ്സിനാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? സെലക്ഷൻ ഓഫ് ഫുഡ്സ് ടു റീച്ച് ദ വൾണറബിൾ ടാർഗറ്റ് ഗ്രൂപ്പ്. നമ്മൾ ആദ്യമേ ടാർഗറ്റ് ഗ്രൂപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വൾണറബിൾ ആയിട്ടുള്ള ടാർഗറ്റ് ഗ്രൂപ്പിലേക്ക് ഏതൊക്കെ ഫുഡ്സ് എത്തിക്കണം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ഒരു ഫോർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൽ എടുക്കുക. നെക്സ്റ്റ് പറയുന്നത് ലെവൽ ഓഫ് ന്യൂട്രിയൻ ടു ബി ആഡഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡെഫിഷ്യൻസി ഇനി ഉണ്ടാവാനേ പാടില്ല എന്ന് കരുതിയിട്ട് നമുക്ക് ഒരു അളവില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ന്യൂട്രിയൻസ് ആഡ് ചെയ്യാൻ പാടില്ല. സോ ആഡ് ചെയ്യേണ്ട ന്യൂട്രിയൻസിന്റെ ലെവൽ എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും, നമ്മൾ ഫുഡ് സംബന്ധമായാലും മെഡിക്കൽ കോസ്മെറ്റിക്സ് ആണെങ്കിലും മരുന്നുകളെ സംബന്ധിച്ചായാലും നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ
കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആളുകളിലേക്ക് കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, അതൊരു ടെസ്റ്റ് എടുക്കുക, ടെസ്റ്റ് പ്രോട്ടോകോൾ ചെയ്യുക, അതുപോലെ തന്നെ പൈലറ്റ് ട്രയൽസ് എല്ലാം ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ടാർഗറ്റ് ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്തു, ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു, അതുപോലെ സെലക്ഷൻ ഓഫ് ഫുഡ്സ് നമ്മൾ ചെയ്തു, ന്യൂട്രിയൻസിന്റെ ലെവൽ മാർക്ക് ചെയ്തു. ഫോർട്ടിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നേരെ ഫോർട്ടിഫിക്കേഷൻ കഴിഞ്ഞു, ആരും ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ഗ്രൂപ്പിലേക്ക് കൊടുക്കാന്നാണോ? അല്ല, എന്ത് ചെയ്യുക, ടെസ്റ്റ് പ്രോട്ടോകോൾ ലബോറട്ടറി ടെസ്റ്റിംഗ് എല്ലാം ചെയ്യുക, അതുപോലെ ട്രയൽസ് എല്ലാം എടുക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ ഈ 5 പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും ഈ ഫോർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഡിസൈനിങ്ങിൽ വരുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ. അപ്പൊ നമ്മൾ നീഡ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ കണ്ടിരുന്നു. അപ്പൊ ഫോർട്ടിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റിലേ പറയുന്നത് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താണ് എസെൻഷ്യൽ ന്യൂട്രിയൻസിന്റെ ആവശ്യമനുസരിച്ച്, ഇൻടേക്ക് ഓഫ് എസെൻഷ്യൽ ന്യൂട്രിയൻസിന്റെ ആവശ്യമനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ്സ് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏത് ഗ്രൂപ്പിനാണ്, ഒരു പോപ്പുലേഷന്റെ അകത്ത് ഏത് ഡെഫിഷ്യൻസി ആണോ ഉള്ളത്, ഏത് ന്യൂട്രിയന്റ് ആണോ ആവശ്യമായിട്ടുള്ളത്, അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സ് സപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ മാത്രമേ ഫോർട്ടിഫിക്കേഷൻ കൊണ്ട് ഉപയോഗം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണ്, അവിടെ അയൺ ഡെഫിഷ്യൻസി ആണ് കൂടുതലും ഉള്ളത്, നമ്മൾ അവിടെ കൊണ്ട് കുറെ അയഡിൻ ആയിട്ടുള്ള അയഡൈസ്ഡ് സോൾട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഏതാണോ, ഏത് ന്യൂട്രിയൻസിന്റെ ആണോ ഇൻടേക്ക് ആവശ്യമായിട്ടുള്ളത്, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഫോർട്ടിഫൈഡ് ഫുഡ്സ് എത്തിച്ച് കൊടുക്കുക. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, ഫോർട്ടിഫൈഡ് ഫുഡ് കൺസ്യൂം ചെയ്യേണ്ടത് ലാർജ് സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ 2 പേരെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി എടുത്തിട്ട് അവിടെ മാത്രം ഫോർട്ടിഫൈഡ് ഫുഡ്സ് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നേട്ടം കിട്ടത്തില്ല. അപ്പൊ ഗ്രേറ്റസ്റ്റ് റിസ്ക് ഓഫ് ഡെഫിഷ്യൻസി ഉള്ളതനുസരിച്ച് ആ ഒരു പോപ്പുലേഷൻ ഫുള്ളായിട്ട്, ഒരു വലിയൊരു പോപ്പുലേഷൻ എടുക്കുമ്പോൾ അവിടെ ഫുള്ള് ഈ ഒരു ഡെഫിഷ്യൻസി, ഏതെങ്കിലും മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കാണുകയാണ്. അപ്പൊ അവിടെ ആ ഒരു ഗ്രൂപ്പിനകത്ത് നിന്ന് ഏതെങ്കിലും 2 പേരെ വിളിച്ച് നമുക്ക് കൊടുത്താൽ മതിയോ? പോരാ. ആ അത്രയും ആൾക്കാർ എന്ത് ചെയ്യുക, അത് കൺസ്യൂം ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, ന്യൂട്രിയന്റ് ആഡ് ചെയ്യുന്നത് വേറൊരു ന്യൂട്രിയന്റിന്റെ മെറ്റബോളിസത്തിനെ തടസ്സപ്പെടുത്താനായിട്ട് പാടില്ല. ഇപ്പൊ ഞാനിപ്പോ അയൺ ഫോർട്ടിഫൈ ചെയ്തേക്കുന്ന റൈസ് എടുക്കുകയാണ്, ആ റൈസ് കഴിച്ചു എന്ന് വെച്ചിട്ട് അയഡൈസ്ഡ് സോൾട്ടിന്റെ മെക്കാനിസം എന്ത് ചെയ്യാൻ പാടില്ല, തടയാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം എന്തിലുണ്ട്, ഈ ഫോർട്ടിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ന്യൂട്രിയൻസ് ആഡ് ചെയ്താലും അത് മറ്റൊരു ന്യൂട്രിയന്റിന്റെ മെറ്റബോളിസത്തിനെ തകരാറിലാക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മൾ ആഡ് ചെയ്യുന്ന എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഒരു കറക്റ്റ് എമൗണ്ട് ആയിരിക്കണം. എക്സസീവ് എമൗണ്ട് ആണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞു, ഏതൊരു സാധനമാണെങ്കിലും, എത്ര നല്ല സാധനമാണെങ്കിലും അധികമായി കഴിഞ്ഞാൽ അതെന്താവും, ടോക്സിക് ആവും. സോ നമ്മൾ എടുക്കുന്ന ആ ഒരു ന്യൂട്രിയൻ, എത്ര എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് ആണോ ഫോർട്ടിഫൈ ചെയ്യേണ്ടത്, അത് എക്സസീവും ആവാൻ പാടില്ല, എന്നാൽ ഇൻസിഗ്നിഫിക്കന്റും ആകാനായിട്ട് പാടില്ല. ഇപ്പൊ അയണിന്റെ കാര്യമാണെങ്കിൽ, നമ്മൾ അയൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അയൺ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള റൈസ് കഴിക്കുകയാണ് എന്ന് വെച്ചിട്ട് ഈ റൈസിൽ നിന്ന് മാത്രമേ നമുക്ക് അയൺ കണ്ടന്റ് കിട്ടുള്ളൂ? ഇല്ല. വേറെ ഡയറ്ററി സോഴ്സിൽ നിന്നും നമ്മളുടെ ബോഡിയിലേക്ക് അയൺ എത്തുന്നുണ്ട്. അപ്പോൾ ഈ റൈസിലെ അയണും നമ്മൾ കഴിക്കുന്ന അയണും ഇതെല്ലാം കൂടി നമ്മുടെ ബോഡിക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പാടില്ല. സോ ആ ഒരു എമൗണ്ട് എപ്പോഴും എന്തായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. നമുക്ക് വേറുള്ള ഡയറ്ററി സോഴ്സസ് ഉണ്ട്, അവിടെ നിന്നും നമ്മുടെ ബോഡിയിലേക്ക് അയൺ കണ്ടന്റ് എത്തുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, ആ റൈസിൽ വരുന്ന അയൺ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ്, ഈ ന്യൂട്രീഷൻ ആഡ് ചെയ്യുന്നത് സഫീഷ്യന്റ്ലി ആ ഒരു കസ്റ്റമറിന്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കണം. അതുപോലെ കസ്റ്റമറിന്റെ പാക്കേജിങ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, യൂസിനനുസരിച്ചായിരിക്കണം. ഇവരിത് ഈ കസ്റ്റമർ വന്ന് പാക്കേജിങ്ങും സ്റ്റോറേജും ഡിസ്ട്രിബ്യൂഷനും ഇതെല്ലാം കഴിഞ്ഞിട്ട് കസ്റ്റമറിന്റെ കയ്യിലെത്തുമ്പോൾ ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് ഒന്നും എന്തായി പോകാൻ പാടില്ല, അൺസ്റ്റേബിൾ ആയിട്ട്, അല്ലെങ്കിൽ അതൊന്നും കിട്ടാണ്ടായി പോകാൻ പാടില്ല. സോ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ന്യൂട്രിയൻസ് എന്തായിരിക്കണം, സഫീഷ്യന്റ്ലി സ്റ്റേബിൾ ആയിരിക്കണം. കറക്റ്റ് സ്റ്റേബിൾ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് ആയിരിക്കണം കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, ആഡ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഫിസിയോളജിക്കലി അതിനകത്ത് അവൈലബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ വേറെ ഇത് ചെന്നിട്ട് വേറെ എന്തിനെങ്കിലും ആക്റ്റീവ് ആക്കി അതുവഴി നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്ന പ്രോസസ് അങ്ങനെയല്ല. ഈ ന്യൂട്രിയന്റ് ആഡ് ചെയ്യുന്ന എന്താണ്, ഫിസിയോളജിക്കലി ഫുഡിൽ നിന്ന് അവൈലബിൾ ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഫോർട്ടിഫൈഡ് ഫുഡ് നമ്മൾ ആഡ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ, ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിൽക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ഫോർട്ടിഫൈഡ് ഫുഡ്സ് എല്ലാം സെൻട്രൽ പ്രോസസ്സിംഗിൽ കൂടെ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നത് എന്തായിരിക്കണം, കൺട്രോൾഡ് കണ്ടീഷൻസ് ആയിരിക്കണം, മിനിമം കോസ്റ്റ് ആയിരിക്കണം. അയഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് അവൈലബിൾ ആണ്. അപ്പൊ അയഡിൻ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് 50 രൂപ എക്സ്ട്രാ അടയ്ക്കാനായിട്ട് നമ്മൾ അവിടെ പറയാൻ പാടില്ല, കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയാനായിട്ട് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ അടുത്ത് പറയാനായിട്ട് പാടില്ല. അതൊരു മിനിമം
മിനിമം കോസ്റ്റിൽ നിൽക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ അഡീഷണൽ കോസ്റ്റ് ഫോർട്ടിഫിക്കേഷൻ ചെയ്തു എന്ന് വെച്ചിട്ട് അഡീഷണൽ കോസ്റ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈടാക്കാൻ പാടില്ല. അത് റീസണബിൾ ആയിരിക്കണം. അതായത് കറക്റ്റ് എത്രയാണോ അതൊരു വലിയ എമൗണ്ടിലേക്ക് പോകാൻ പാടില്ല. അതായത് ഒരുപാട് എമൗണ്ട് കൊടുത്തിട്ട് ഫോർട്ടിഫൈഡ് ഫുഡ്സ് വാങ്ങിക്കേണ്ട ഇടം ഉണ്ടാക്കരുത്. ആ ഒരു ലോ കോസ്റ്റ് അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഫോർട്ടിഫിക്കേഷൻ ചെയ്യുക എന്നുള്ള കാര്യമാണ്. എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സ് അല്ലേ. അപ്പൊ ഈ പറയുന്ന ഇമ്പോർട്ടൻസ് ഒക്കെ പഠിച്ചോളാം. ഇൻ കേസ് ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം. നോട്ടും ഈസും വാസും ഒക്കെ ഉണ്ട്. സോ ആ നോട്ടെല്ലാം നന്നായിട്ട് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ തറവായിട്ട് പഠിച്ച് പോവാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് ഫോർട്ടിഫിക്കേഷന്റെ ടൈപ്സ് നോക്കാം. ടൈപ്സ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ. അപ്പൊ ബേസിക്കലി നമുക്ക് 4 ടൈപ്പ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ ആണ് പറയുന്നത്. എളുപ്പമാണ്, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പേര് കേൾക്കുമ്പോൾ ഭയങ്കര കട്ടിയാണെന്ന് തോന്നും, പക്ഷെ കാര്യം വളരെ സിമ്പിൾ ആണ്. 4 ടൈപ്സ് ഓഫ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ആണുള്ളത്. ആദ്യത്തെ ടൈപ്പ് ഏതാ, മാസ് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ഫോർട്ടിഫിക്കേഷൻ. അപ്പൊ എക്സ്റ്റെൻസീവ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, വലുതാക്കുക. അല്ലെങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വലുതെന്നാണ് അർത്ഥം. അപ്പൊ മാസ് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പോപ്പുലേഷന് വേണ്ടി ചെയ്യുന്നതിനെയാണ് നമ്മൾ മാസ് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ഫോർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ഫോർട്ടിഫിക്കേഷൻ. നമ്മൾ ടാർഗറ്റ് ചെയ്യും, ഒരാളെ ടാർഗറ്റ് ചെയ്യുക മീൻസ് എന്താണ്, അയാളെ നമ്മൾ ലക്ഷ്യം വെക്കുകയാണ്. അപ്പൊ ഈ ഫോർട്ടിഫിക്കേഷൻ എന്താണ്, ഒരാളെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ലക്ഷ്യം വെച്ച് മാത്രം ചെയ്യുന്ന ഫോർട്ടിഫിക്കേഷനെയാണ് നമ്മൾ ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ഫോർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തേത് ഫോർട്ടിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി മാർക്കറ്റ് ആണ്. മാർക്കറ്റിൽ നമ്മൾ അത് കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നതിനെയാണ് ഫോർട്ടിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി മാർക്കറ്റ് പറയുന്നത്. നാലാമത്തെ എന്താണ്, അഡീഷണൽ ഫോർട്ടിഫിക്കേഷൻസ് ആണ്. അല്ലെങ്കിൽ അതിന് ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ എന്താണ്, കമ്മ്യൂണിറ്റി ഫോർട്ടിഫിക്കേഷൻ. ഹൗസ് ഹോൾഡ് ആൻഡ് കമ്മ്യൂണിറ്റി ഫോർട്ടിഫിക്കേഷൻ ആണ് അഡീഷണൽ ഫോർട്ടിഫിക്കേഷനിൽ വരുന്നത്. നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ എന്താണ് മാർക്കറ്റിൽ പോയി മേടിക്കുന്നതല്ല, നമ്മൾ അല്ലാതെ നമ്മൾ ലോക്കൽ സെറ്റപ്പിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹൗസ് ഹോൾഡ് ആൻഡ് കമ്മ്യൂണിറ്റി ഫോർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ടൈപ്പ് ആയിട്ട് കാണാം. ഫസ്റ്റ് നമുക്ക് മാസ് ഫോർട്ടിഫിക്കേഷൻ എന്താണെന്ന് കാണാം. അപ്പൊ ഈ ഫോർട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ് ഒരു വലിയ പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മൾ ഫോർട്ടിഫൈ ചെയ്തെടുക്കുന്ന ഒരു ഫുഡ് ഐറ്റം ഒരു വലിയ പോപ്പുലേഷൻ നിറയെ എല്ലാവരും കൺസ്യൂം ചെയ്യുകയാണ്, വലുതായിട്ട് ഒരു എക്സ്റ്റെൻസീവ് ലെവലിൽ അത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, മാസ് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ഫോർട്ടിഫിക്കേഷൻ. ആ പേരുടെ പഠിച്ചോളുക, മാസ് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ഫോർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കും. അപ്പൊ ഒരു പോപ്പുലേഷൻ എടുക്കുമ്പോൾ അവിടുത്തെ മിക്ക ആളുകളും മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷനും ഒരു ഡെഫിഷ്യൻസി എന്താണ് വരികയാണ്, അല്ലെങ്കിൽ അവർ ഡെഫിഷ്യൻസി റിസ്കിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഡേഞ്ചറിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു മാസ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ അതായത് ആ ഏരിയ ഫുൾ, ആ പോപ്പുലേഷൻ ഫുൾ എന്ത് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഏത് ഡെഫിഷ്യൻസി ആണോ കൂടുതൽ അതിനനുസരിച്ച് നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യാം. ഇപ്പൊ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സോൾട്ട് കൊടുക്കാം, അതുപോലെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അയൺ കണ്ടന്റ് ഉള്ള ഇതാണ് നമ്മുടെ റൈസ് കൊടുക്കാം, അല്ലെങ്കിൽ വീറ്റ് ഫ്ലവർ കൊടുക്കാം. ഫോളിക് ആസിഡ് ആണെങ്കിൽ വീറ്റ് ഫ്ലവർ കൊടുക്കാം. അതുപോലെ വൈറ്റമിൻ എ ഡി ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, മിൽക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഏതാണോ അവർ അറിയാതെ അല്ലെങ്കിൽ അവർക്ക് അൺഅക്സെപ്റ്റബിൾ അവരല്ലാതെ വന്നു പോയി, ആ ഒരു ഡെഫിഷ്യൻസി വന്നു പോയാൽ അത്രയും ആൾക്കാരുടെ ഡെഫിഷ്യൻസി എന്ത് ചെയ്യുക, നമ്മൾ പരിഹരിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു മാസ് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ഫോർട്ടിഫിക്കേഷൻ ആണ് എപ്പോഴും നല്ല ഒരു ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഈ മാസ് ഫോർട്ടിഫിക്കേഷന്റെ എക്സാമ്പിൾസ് നോക്കാം. ഏതൊക്കെയാ പറഞ്ഞത്, സെറിയൽസ്, സോസസ്, മിൽക്ക്, ഓയിൽ ആൻഡ് വെജീസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന കാര്യമല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യൻ മാത്രമേ സെറിയൽസ് യൂസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ വെജീസ് യൂസ് ചെയ്യുള്ളൂ? ഇല്ല, ഒരു മാസ് ആയിട്ടുള്ള ഒരു വലിയൊരു സമൂഹം ഒരേപോലെ യൂസ് ചെയ്യുന്ന ഫുഡ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഫോർട്ടിഫൈഡ് ഫുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി ഒക്കെ വന്നത് പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും ആളുകൾക്ക് നമ്മളിങ്ങനെ സപ്ലൈ ചെയ്യാണ്, ഫോർട്ടിഫൈഡ് ഐറ്റംസ് സപ്ലൈ ചെയ്യുമ്പോൾ വെറുതെ അങ്ങ് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാനായിട്ട് പറ്റില്ല. അവിടെ എന്ത് വേണം, ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് എല്ലാം മാൻഡേറ്ററി ആണ്. അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, ആ ഫോർട്ടിഫൈഡ് ഫുഡ്സിൽ ചെയ്യുക. കാരണം ഒരു വലിയൊരു സമൂഹം ഇത് ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. സോ അതിനനുസരിച്ചുള്ള ഗവൺമെന്റ് ലോസ്, റെഗുലേഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ മാസ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് ഫോർട്ടിഫിക്കേഷൻ എന്താ, സ്പെസിഫിക് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷനകത്ത് ഒരു ആൾക്കാരെ അല്ലെങ്കിൽ ഒരു സെർട്ടൻ ഗ്രൂപ്പിനെ, ഒരു പോപ്പുലേഷൻ ഉണ്ടെന്ന് വെക്കുക. ഓക്കെ, ഇപ്പൊ ഒരു സമൂഹം ഉണ്ട്, ആ ഒരു പോപ്പുലേഷനകത്ത്
കുഞ്ഞുങ്ങളുണ്ട്, 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ട്, ഒരു 50 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പൊ ഈ 50 കുഞ്ഞുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവർ കഴിക്കുന്ന ഫുഡിനെ മാത്രം നമ്മൾ ഫോർട്ടിഫൈഡ് ഫുഡ്സ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്പെസിഫിക് ഫോർട്ടിഫിക്കേഷൻ വിളിക്കാം. കാരണം ആ ടാർഗറ്റഡ് പോപ്പുലേഷൻ ആരാണ്? ഈ കുഞ്ഞുങ്ങളാണ്. അതിനെ നമ്മൾ സബ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സബ് ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ പറയുമ്പോഴത്തേക്ക് ഒരു വലിയ പോപ്പുലേഷൻ അകത്തുനിന്ന് കുറച്ച് ആൾക്കാർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ഫുഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോർട്ടിഫൈ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫോർട്ടിഫിക്കേഷൻ എന്തെന്ന് വിളിക്കും? സ്പെസിഫിക് ഫോർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കും. എക്സാമ്പിൾസ് നോക്കാം. കോംപ്ലിമെന്ററി ഫുഡ്സ് ഫോർ ബേബീസ്, കുഞ്ഞുങ്ങൾക്കുള്ള കോംപ്ലിമെന്ററി ഫുഡ്സ്. കുഞ്ഞു വാവകൾക്ക് കൊടുക്കാറുണ്ടല്ലോ, നാൻഗ്രോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കാറുണ്ടല്ലോ. അതെല്ലാം എന്താണ്? ബേബീസിന് മാത്രമാണ് കൊടുക്കുന്നത്. അത് വലിയ ആൾക്കാർക്ക് കൊടുക്കത്തില്ലല്ലോ. അപ്പൊ ആ ഒരു സബ് ഗ്രൂപ്പിന് മാത്രമാണ് കൊടുക്കുന്നത്. സോ അതെന്താണ്? ഒരു സ്പെസിഫിക് ഫോർട്ടിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ്, യങ് ചിൽഡ്രൻ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡുകൾ, ഓടിക്കളിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ്സ്. അതുപോലെ ഫുഡ്സ് ഫോർ സ്കൂൾ ലഞ്ച് പ്രോഗ്രാം. അപ്പോൾ സ്കൂളുകളിലേക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാറുണ്ടല്ലോ, ഉച്ചഭക്ഷണം കൊടുക്കുന്നതിലും നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അതായത് ആ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സബ് ഗ്രൂപ്പിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. അതുപോലെ എന്താണ്? സ്പെഷ്യൽ ബിസ്ക്കറ്റ്സ് ഉണ്ട്. ദെൻ എന്താണ്? അതർ ഐറ്റംസ് ഫോർ യങ് ചിൽഡ്രൻ. പ്രഗ്നന്റ് വുമൺ എന്നുള്ളതും എന്താണ്? ഒരു സബ് ഗ്രൂപ്പാണ്. അവർക്ക് കൊടുക്കുന്ന ഫുഡ്സ് വേറെ ആയിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അംഗനവാടി വഴിയൊക്കെ അവർക്ക് വേറെ ഫുഡ്സ് ഒക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നഴ്സിംഗ് മദേഴ്സ്, എന്താണ്? പാൽ കൊടുക്കുന്ന അമ്മമാർക്കുള്ള ഫുഡ്സ്. അതെല്ലാം ഓരോ സബ് ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ ആ ഓരോ സബ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഫോർട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ്സ് നമ്മൾ എന്തെന്ന് വിളിക്കും? സ്പെസിഫിക് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫോർട്ടിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി മാർക്കറ്റ് ആണ്. മാർക്കറ്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വ്യൂവിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ മാർക്കറ്റ് ഡ്രിവൺ ഫോർട്ടിഫിക്കേഷനകത്ത് അത് ആരുടെ ആ ഒരു ഇഷ്ടപ്രകാരമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് പ്രൊഡ്യൂസറിന്റെ ആണ്. അപ്പൊ ഫുഡ് പ്രൊഡ്യൂസറിന് ആ ഒരു കൊമേഴ്ഷ്യലി അങ്ങനെ കൊടുക്കണം, അങ്ങനെ ഒരു സ്പെസിഫിക് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്ത് ഫുഡ് കൊടുക്കണമെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഫോർട്ടിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി മാർക്കറ്റ് എന്ന് വിളിക്കും. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ ഓപ്ഷനിലാണ്, കാരണം മാനുഫാക്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ അവർ ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ്, സ്പെസിഫിക് ആയിട്ടുള്ള ഫുഡ്, സ്പെഷ്യൽ ഫുഡ്സ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ തോന്നിയ പോലെ കൊണ്ട് കൊടുക്കാൻ പാടുണ്ടോ? കൊടുക്കാനായിട്ട് പാടില്ല. അവിടെ എന്ത് ചെയ്യണം? ഫോർട്ടിഫിക്കേഷന്റെ റെഗുലേറ്ററി ലിമിറ്റേഷൻസും അതുപോലെ എല്ലാ ലോസും പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി ഈ ഒരു എന്താണ് നമ്മുടെ ഈ ഫോർട്ടിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിലാണ്. സാധാരണ പുവർ കൺട്രീസിനെക്കാളും അവിടെയാണ് കൂടുതൽ ഇത് കണ്ടുവരുന്നത്. അപ്പൊ ഈ ആളുകൾക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആളുകൾക്ക് കുക്ക് ചെയ്ത് കഴിക്കാനൊന്നും സമയമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു ലഞ്ച് ബോക്സ് മേടിച്ചിട്ട് പോകും. ഇപ്പൊ ഈ ലഞ്ച് ബോക്സിനകത്ത് സാലഡ്സും അതുപോലെ സ്പെഷ്യൽ ന്യൂട്രിയൻസ് ഒക്കെ, നമുക്ക് പെട്ടെന്നൊക്കെ എനർജി കിട്ടുന്ന രീതിയിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫുഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ധാരാളമാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് മാനുഫാക്ചറിന്റെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫോർട്ടിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി മാർക്കറ്റ് ചെയ്യുന്നത്. നിർബന്ധമായിട്ടുള്ള കാര്യമല്ല, അതൊരു ഓപ്ഷനിലാണ്. മാനുഫാക്ചറർക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. ചെയ്യുമ്പം എന്ത് ചെയ്യുക? ലോസ് എല്ലാം പാലിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അഡീഷണൽ ഫോർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ അഡീഷണൽ ഫോർട്ടിഫിക്കേഷനകത്ത് നമ്മൾ ഹൗസ് ഹോൾഡ് ലെവലിൽ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നതിനാണ് ഹൗസ് ഹോൾഡ് ആൻഡ് കമ്മ്യൂണിറ്റി ഫോർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു അഡീഷണൽ ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഫോർട്ടിഫിക്കേഷൻ ആൻഡ് ഹൗസ് ഹോൾഡ് ഫോർട്ടിഫിക്കേഷനകത്ത് നമ്മൾ എന്താണ്? സപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഫോർട്ടിഫിക്കേഷൻ ഹൈബ്രിഡ് എന്നാണ് വിളിക്കുന്നത് ഇതിനെ. കാരണം ഈ ഒരു നമ്മള് ഫുഡ് ഫോർട്ടിഫൈ ചെയ്ത ഫുഡ് എടുത്തിട്ട് ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ് അല്ല. നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് സോല്യൂബിൾ പിൽസ്, അതുപോലെ വേരിയസ് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയന്റ് പൗഡേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അത് നമ്മൾ കഴിക്കുന്നതിനെയാണ് ഈ ഒരു ഹൗസ് ഹോൾഡ് ആൻഡ് കമ്മ്യൂണിറ്റി ഫോർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സൽ ഫോർട്ടിഫിക്കേഷൻ നടക്കാത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഈ ഒരു ഹൗസ് ഹോൾഡ് ആൻഡ് കമ്മ്യൂണിറ്റി ഫോർട്ടിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? മൈക്രോ ന്യൂട്രിയൻസിന്റെ പൗഡേഴ്സ് ഒക്കെ മേടിച്ചിട്ട് ഫുഡ്സിലേക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കുന്ന പ്രോസസ്സാണ് ഈ ഒരു അഡീഷണൽ ഫോർട്ടിഫിക്കേഷൻസിൽ നടക്കുന്നത്. ഓക്കെ, എളുപ്പമല്ലേ? 4 ഫോർട്ടിഫിക്കേഷൻ ടൈപ്സും. നെക്സ്റ്റ് നോക്കാം, ഫോർട്ടിഫിക്കേഷൻ ടെക്നോളജി. അപ്പൊ ഫോർട്ടിഫിക്കേഷൻ ടെക്നോളജിയിൽ ഫസ്റ്റ് ടെക്നോളജി ഡ്രൈ മിക്സിംഗ് ആണ്. അപ്പൊ ഡ്രൈ മിക്സിംഗ് എന്ന് പറയുമ്പോൾ എന്താ അവിടെ മിക്സ് ചെയ്യുന്നത്? മൈക്രോ ന്യൂട്രിയൻസിനെയാണ് മിക്സ് ചെയ്യുന്നത്. ഏതിലാ മിക്സ് ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡിലാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ്സ് ലൈക്ക് സിറിയൽ ഫ്ലവേഴ്സ് ആൻഡ് ദെയർ പ്രോഡക്റ്റ്, സിറിയൽ ഫ്ലവേഴ്സിലും അതിന്റെ പ്രോഡക്റ്റുകളിലും, അതുപോലെ പൗഡർ മിൽക്കിൽ, പാൽപ്പൊടി, ബിവറേജ് പൗഡറിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഡ്രൈ മിക്സിംഗ് ചെയ്യുന്നത്. അപ്പൊ പൗഡേർഡ് അല്ലെങ്കിൽ ഗ്രന്യൂൾ ഫോമിൽ നിൽക്കുന്ന ഫുഡ് ഐറ്റംസിൽ നമ്മൾ എന്ത് ചെയ്യും? മൈക്രോ ന്യൂട്രിയൻസ് ഡ്രൈ മിക്സിംഗ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം,
ഡിസൊല്യൂഷൻ ഓഫ് വാട്ടർ ആണ്. അപ്പൊ ഡിസൊല്യൂഷൻ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഇതുപോലെ നമുക്ക് ഗ്രാന്യൂൾസ് ആയിട്ടോ അല്ലെങ്കിൽ പൗഡർ ആയിട്ടോ ഇരിക്കുന്ന ഫുഡ് ഐറ്റംസിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. വാട്ടറി ആയിട്ട് നിൽക്കുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൈക്രോ ന്യൂട്രിയൻസ് വാട്ടറിൽ ഡിസൊല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ലിക്വിഡ് മിൽക്കില്, പാലില്, ഡ്രിങ്ക്സില്, ജ്യൂസസില്, അതുപോലെ ബ്രെഡിന്റെ ഡോ, പാസ്താസ്, കുക്കീസിന്റെ ഒക്കെ ഡോസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തതിനു ശേഷം ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്പ്രേയിങ് ആണ് പറയുന്നത്. അപ്പൊ സ്പ്രേയിങ് ചെയ്യുന്നത് കൂടുതലും കോൺഫ്ലേക്സിലാണ്, അതുപോലെ അതർ പ്രോസസ്ഡ് ഫുഡ്സിലൊക്കെയാണ് സ്പ്രേയിങ് ചെയ്യുന്നത്. അവിടെ എന്താണ്? വൈറ്റമിന്റെ ആക്ടിവിറ്റി, നമ്മൾ ഒരുപാട് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് വൈറ്റമിന്റെ ആക്ടിവിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പ്രേയിങ് എന്ന് പറയുന്ന ഒരു ഫോർട്ടിഫിക്കേഷൻ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡിസൊല്യൂഷൻ ഇൻ ഓയിൽ ആണ്. അപ്പോൾ ഓയിലി പ്രോഡക്ട്സ് സച്ച് ആസ് മാർഗറിനിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫോർട്ടിഫിക്കേഷൻ ടെക്നോളജി നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ മാർഗറിൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പ്രെഡാണ്, ബ്രെഡ് സ്പ്രെഡ് അല്ലെങ്കിൽ റോട്ടി സ്പ്രെഡ് ആണ്. ഇപ്പോൾ ബ്രെഡ് സ്പ്രെഡ് എന്ന് എഴുതാം, അതാണ് മാർഗറിൻ. അത് നമ്മുടെ സോയാബീൻ ഓയിലൊക്കെ കൊണ്ട് മേഡ് ചെയ്യുന്ന ഒരു സ്പ്രെഡാണ്, മയനൈസ് പോലെയൊക്കെ ഇരിക്കുന്ന സ്പ്രെഡാണ് ഈ മാർഗറിൻ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഓയിൽ പ്രോഡക്ട്സിനകത്താണ് ഈ മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതൊരു ഓയിലി പ്രോഡക്റ്റ് ആണ്. സോ നമുക്ക് അങ്ങനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ന്യൂട്രിയൻസ് അവിടെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ 4 പ്രധാനപ്പെട്ട ഫോർട്ടിഫിക്കേഷൻ ടെക്നോളജിയാണ്: ഡ്രൈ മിക്സിംഗ്, ഡിസൊല്യൂഷൻ ഇൻ വാട്ടർ, സ്പ്രേയിങ് ആൻഡ് ഡിസൊല്യൂഷൻ ഇൻ ഓയിൽ. നെക്സ്റ്റ് ഫോർട്ടിഫിക്കേഷൻ ടെക്നോളജിയിലെ ഒരു പ്രോസസ്സാണ് അഡീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പം ഷുഗർ ഫോർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ എ നമ്മൾ എന്ത് ചെയ്യും? പൗഡർ ഫോമിലേക്ക് ഷുഗറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? ഷുഗറിന്റെ ക്രിസ്റ്റൽസ് അതിന്റെ സർഫസ് കൊണ്ട് ഈ വൈറ്റമിൻ എ പൗഡറിനെ പതിയെ പതിയെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ആ വൈറ്റമിൻ എ പൗഡർ രൂപത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയല്ലേ, അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? അഡിഷൻ എന്ന് വിളിക്കും. നെക്സ്റ്റ് കോട്ടിംഗ് ആണ്. കോട്ടിംഗ് കൂടുതൽ ചെയ്യുന്ന റൈസിനകത്താണ്. അപ്പൊ അവിടെ വൈറ്റമിൻസ് എന്ത് ചെയ്യും? ഈ റൈസിന്റെ ഗ്രെയിൻസിന് മുകളിലായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോട്ട് ചെയ്യാതിരുന്നാൽ എന്ത് പറ്റും? നമ്മൾ കുക്കിങ്ങിന് മുമ്പേ വാഷ് ചെയ്യുമ്പോൾ ഇത് ഫുള്ള് പോകും. സോ കോട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫോർട്ടിഫിക്കേഷൻ ടെക്നോളജി അവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് പെല്ലറ്റിംഗ് ആണ്. പെല്ലറ്റിംഗിലും എന്താണ്? ന്യൂട്രിയൻസ് ചെറിയ ചെറിയ പെല്ലറ്റ് ലൈക്ക് ഫോംസിലായിരിക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റൈസ് പ്രോസസ്സിംഗിലാണ് ഇവിടെ ഈ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ബ്രോക്കൺ റൈസ് കേർണൽസ് ഉണ്ടാവും. അതായത് നമ്മൾ റൈസിനെ ഇങ്ങനെ നെല്ലൊക്കെ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുമല്ലോ. പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു ചെറിയ അരിയുടെ ആ ഒരു കുഞ്ഞു കുഞ്ഞു പീസസ് എന്ത് ചെയ്യും? കിടക്കും. അതിനെ നമ്മൾ കളയാണ്ട് അതിന് പെല്ലറ്റ്സ് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലെന്ത് ചെയ്യും? റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബ്രോക്കൺ കേർണൽസിനെ റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ന്യൂട്രിയൻസിനെ എന്ത് ചെയ്യുന്നത്? പെല്ലറ്റ് രൂപത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 3 വേറൊരു ടെക്നിക്സ് കൂടിയാണ്, വേറൊരു ടെക്നോളജി കൂടി ഏതിലുണ്ട്? ഫോർട്ടിഫിക്കേഷൻ ഉണ്ട്. അഡിഷൻ, കോട്ടിംഗ്, പെല്ലറ്റിംഗ്. നേരത്തെ എന്തൊക്കെയാണ് കണ്ടത്? ഡ്രൈ മിക്സിംഗ്, ഡിസൊല്യൂഷൻ ഇൻ വാട്ടർ, അതുപോലെ സ്പ്രേയിങ്, പിന്നെ എന്തായിരുന്നു? ഡിസൊല്യൂഷൻ ഇൻ ഓയിൽ. പോരാഞ്ഞിട്ട് വേറെ 3 കൂടി ഉണ്ട്: അഡിഷൻ, കോട്ടിംഗ്, പെല്ലറ്റിംഗ്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ആ ഒരു 7 എണ്ണം പഠിച്ചോളുക. ഓക്കെ. നെക്സ്റ്റ് കോൺസ്ട്രെയിൻസ് ഇൻ ഫോർട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ ഫോർട്ടിഫിക്കേഷനകത്ത് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിനെയാണ് ആഡ് ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ചില ന്യൂട്രിയൻസിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ 3 പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അല്ലെ, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വൈറ്റമിൻ എ ആണ്. അപ്പൊ വൈറ്റമിൻ എ റെസ്ട്രിക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോയിസ്ചർ കണ്ടന്റ് ഉള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വൈറ്റമിൻ എ റെസ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ റിപ്പീറ്റഡ് ഹീറ്റിംഗ് എന്താണ്? അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം എന്താണ്? ഹീറ്റിംഗ് കൂടുന്ന അനുസരിച്ച് ഈ വൈറ്റമിൻസ് ബ്രേക്ക് ചെയ്ത് നമുക്ക് അതിന്റെ ന്യൂട്രിയൻ ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നെക്സ്റ്റ് എന്താണ്? ഹൈഗ്രോസ്കോപ്പിക് ഫുഡ്സ്. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതിനെയാണ്. അതായത് ഈ ഫൈബർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ അതിനെ പെട്ടെന്ന് വാട്ടറിനെ വലിച്ച് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അങ്ങനെ വാട്ടറിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? മോയിസ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് കൂടുന്ന സമയത്ത് അവിടെ വൈറ്റമിൻ എയുടെ നമ്മൾ ആഡ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. സോ ഹൈഗ്രോസ്കോപ്പിക് ഫുഡ്സിൽ റെസ്ട്രിക്റ്റ് ആണ്. ദെൻ ഇൻഡിവിജ്വൽസിന്റെ സ്റ്റേറ്റസ് അനുസരിച്ച് നമുക്ക് എന്താണ്? റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡയറ്ററി കോമ്പോസിഷൻ അനുസരിച്ചും വൈറ്റമിൻ എ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്ട്രിക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫോർട്ടിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് അയൺ ആണ്. അയൺ നമ്മൾ എവിടേക്ക് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്? ഫുഡ് റിച്ച് ഇൻ ഫൈറ്റേറ്റ് കണ്ടന്റ് ഉള്ളതിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്യൂട്ടബിൾ ടെക്നോളജീസിലെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന അയൺ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ടാനിൻസ് പ്രസന്റ് ഇൻ ചോക്ലേറ്റിനകത്ത് ടാനിൻസ് പ്രസന്റ് ആയിട്ടുള്ള ചോക്ലേറ്റിനകത്തൊക്കെ അയൺസ് എന്താണ്? നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഡ്രിങ്ക്സിനകത്ത് റെസ്ട്രിക്റ്റ് ആണ്. ദെൻ ഫാറ്റ് ബേസ്ഡ് ഫുഡ്സ്, സോൾട്ട് ആൻഡ് ഷുഗേഴ്സിനകത്ത് അയൺ റെസ്ട്രിക്റ്റഡ് ആണ്. ദെൻ ലോ ആസിഡ് കണ്ടന്റ് ഓഫ് ഫുഡ്സിൽ റെസ്ട്രിക്റ്റ് ആണ്. പിന്നെ എന്താണ്? ഈ അയണിന്റെ
അളവ് കൂടി വരുമ്പോഴത്തേക്ക് പുരുഷന്മാർക്ക് മെയിലിന് കൂടുതൽ പ്രശ്നം ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ലോങ് ടേം റിസ്ക്, മെയിലിൽ അങ്ങനെ ലോങ് ടേം റിസ്ക് ഉള്ള ആൾക്കാരിലേക്ക് ഫുഡ് കൊടുക്കുന്ന ഫുഡ്സിനകത്തും എന്താണ് ഈ അയൺ റെസ്ട്രിക്റ്റഡ് ആണ്. നെക്സ്റ്റ് അയഡിൻ ആണ്. അയഡിൻ സ്റ്റെബിലിറ്റി ഇല്ലാത്തടുത്ത് അല്ലെങ്കിൽ അയഡിൻ സ്റ്റെബിലിറ്റി അനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അയഡിൻ ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി പീരിയോഡിക് ചെക്കിംഗ് നടത്തണം. പീരിയോഡിക് ചെക്കിംഗ് നടത്താത്തടുത്ത് അല്ലെങ്കിൽ ഏത് ഫുഡ്സിലാണോ പീരിയോഡിക് ചെക്കിംഗ് നടക്കാൻ പറ്റാത്തത് അങ്ങനെയുള്ളതിലൊന്നും അയഡിൻ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ അയഡിൻ എന്താണ്, ബാധകമാണ്. സോ കൺസ്ട്രെയിൻസ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ, അപ്പൊ നമ്മൾ അതിന് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞെങ്കിലും അതിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഏതിന്റെ കാര്യത്തിലാ, അയഡിന്റെ കാര്യത്തിൽ. അയഡിന്റെ സ്റ്റെബിലിറ്റി ബാധകമാണ്. അയഡിന്റെ സ്റ്റെബിലിറ്റി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പീരിയോഡിക് ചെക്കിംഗ് അനിവാര്യമാണ്. അതുപോലെ മാൻഡേറ്ററി സർട്ടിഫിക്കേഷനും അയഡിന്റെ കാര്യത്തിൽ എന്താണ്, കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ 3 മൈക്രോ ന്യൂട്രിയൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. വൈറ്റമിൻ എ, അയൺ ആൻഡ് അയഡിൻ. ഈ 3 ആൾക്കാരുടെയും ഈ കോൺസ്ട്രെയിൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അറിഞ്ഞിരിക്കണം. ഇനി ഫോർട്ടിഫിക്കേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫോർട്ടിഫിക്കേഷൻ പറഞ്ഞു, ആദ്യമേ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ടേ പറയുന്നുണ്ട്, ഫുഡിന്റെ ന്യൂട്രീഷൻ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ മിനറൽസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നത് വഴി ആ ഒരു ഫുഡിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഫുഡിന്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹാബിറ്റ്സ് മാറ്റുന്നോ അല്ലെങ്കിൽ ഈറ്റിംഗ് ഹാബിറ്റ്സ് മാറ്റുക അങ്ങനെ ഒരു കാര്യമൊന്നും എവിടെ ഇല്ല, ഫോർട്ടിഫിക്കേഷന് വരുന്നില്ല. സോ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ചെയ്താൽ അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആണ് ഉള്ളതെങ്കിൽ അവിടെ നമുക്ക് ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒന്നും തന്നെ എന്ത് ചെയ്യേണ്ട, ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഇല്ല. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ. ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒന്നും ചേഞ്ച് ചെയ്യാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് എന്തെത്തും, മൈക്രോ ന്യൂട്രിയന്റിന്റെ കണ്ടന്റ് എത്തും. നെക്സ്റ്റ് എന്താണ്, എഫക്റ്റ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ വളരെ ഫാസ്റ്റും ബ്രോഡുമാണ്. ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആണ്, ഒരു വലിയ പോപ്പുലേഷനെ ആയിരിക്കും നമ്മൾ ലക്ഷ്യം വെച്ച് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ബ്രോഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അതുപോലെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടും ഫോർട്ടിഫൈഡ് ഫുഡ് വഴി നമുക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് എന്താണ്, ഫോർട്ടിഫിക്കേഷൻ നടന്നു എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആണ് നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചിട്ട് ആ ഒരു ഫോർട്ടിഫൈഡ് ഫുഡ്സ് ഒരിക്കലും നമ്മുടെ ഓർഗാനോലെപ്റ്റിക് പ്രോപ്പർട്ടീസിനെ ബാധിക്കുന്നില്ല. എന്താ ഓർഗാനോലെപ്റ്റിക് പ്രോപ്പർട്ടീസ്? നമ്മുടെ സെൻസ് ആണ്. അതായത് ടേസ്റ്റ്, ഫ്ലേവർ, അതുപോലെ സ്മെല്ല്, ഇതെല്ലാം നമ്മുടെ സെൻസ് ആണല്ലോ. അപ്പൊ ഈ സെൻസിനെ ബാധിക്കുന്ന രീതിയിലൊന്നും എന്ത് വരുന്നില്ല, ഈ ഫോർട്ടിഫൈഡ് ഫുഡ്സ് വരുന്നില്ല. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ വളരെ സേഫ് ആയിട്ട് ഉള്ളൊരു സ്ട്രാറ്റജിയാണ്. അപ്പൊ ആ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ സാധാരണ രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒക്കെ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, സൈഡ് എഫക്ട്സ് എന്തെങ്കിലും വരുമോ എന്നുള്ള ചോദിക്കാറുണ്ട്. ഇപ്പൊ മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ വരുമോ. പക്ഷേ ഈ ഫുഡ് ഫോർട്ടിഫിക്കേഷന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് എന്ത്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഈ ആഡഡ് ന്യൂട്രിയന്റ് നമുക്ക് ഡയറ്റിൽ ലോ ആയിട്ട് മതിയായിരിക്കും. പക്ഷെ അതെന്തായിരിക്കണം, ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് ആയിരിക്കണം. നേരത്തെ പറഞ്ഞു അബണ്ടന്റ് ആയിട്ട്, ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കുറെ അങ്ങ് ഇട്ടേക്കാം, അങ്ങനെയല്ല. നമ്മൾ ലോ ലെവലിലായിരിക്കും നമ്മൾ ഈ ഒരു ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നത്. പക്ഷെ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ എഫക്റ്റ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, ഇത് നമുക്ക് ന്യൂട്രിയൻസ് ഡെലിവറി, മൈക്രോ ന്യൂട്രിയൻസ് ആളുകളിലേക്ക് ഡെലിവറി ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ് ഈ ഒരു ഫോർട്ടിഫൈഡ് ഫുഡ്സ് അല്ലെങ്കിൽ ഫോർട്ടിഫിക്കേഷൻ. സോ നെസസറി എമൗണ്ട് ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് ആളുകളിലേക്ക് എത്തിക്കാൻ നല്ല ഒരു സ്ട്രാറ്റജിയാണ് ഇത്, ഈ ഒരു ഫോർട്ടിഫിക്കേഷൻ മെത്തേഡ്. നെക്സ്റ്റ് ഫോർട്ടിഫിക്കേഷന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ക്വിക്ക് റിസൾട്ട് കിട്ടും. ഡിസ്ട്രിബ്യൂഷനും എളുപ്പമാണ്, ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എല്ലാവരും കഴിക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെയും കയ്യിൽ കൊണ്ട് കൊടുക്കേണ്ടതില്ല. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്സ് തന്നെയാണ് നമ്മൾ ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആയിട്ട് വരുന്നത്. ഇനി അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് റെഡിലി വിസിബിൾ ആണ്. ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉള്ള ആളാണെങ്കിൽ അയൺ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള റൈസ് കഴിക്കുന്നു, കുറച്ച് നാൾ കണ്ടിന്യൂസ് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡെഫിഷ്യൻസി പരിഹരിച്ച് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സോഷ്യലി അക്സെപ്റ്റബിൾ ആണ്, ആളുകൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. കാരണം ഇത് വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കലോ അല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസിനെ നമ്മൾ കഴിക്കുന്ന ഫുഡ്സിലൂടെ ആഡ് ചെയ്ത് തരുന്നു എന്ന് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ആളുകൾ റെഡിലി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത്, ഫോർട്ടിഫിക്കേഷൻ. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, ടാർഗറ്റ് ഗ്രൂപ്പിനെ, അത് അല്ലെങ്കിൽ നമ്മുടെ ഹൈ റിസ്ക് ആൾക്കാരെ, എൽഡർലി ആൾക്കാരെ, ഇവർക്കെല്ലാം ഒരു അൺബാലൻസ്ഡ് ഡയറ്റ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെയൊക്കെ ഡെഫിഷ്യൻസി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് നല്ല ഒരു മെത്തേഡാണ് ഏത്, ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. സോ ഫോർട്ടിഫിക്കേഷൻ എല്ലാവരിലേക്കും എത്തും.
എല്ലാ ആൾക്കാരിലേക്കും ഡെഫിഷ്യൻസി വന്ന് പ്രശ്നമായിട്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് എല്ലാവർക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഏത് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. നെക്സ്റ്റ് നമുക്ക് ഫോർട്ടിഫിക്കേഷന്റെ ലിമിറ്റേഷൻസ് നോക്കാം. നല്ല കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അപാകതകൾ ഉണ്ടാവും. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഈ ഒരു ഡയറ്ററി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഒരു തറോ നോളേജ് ഉണ്ടായിരിക്കണം ന്യൂട്രിയന്റ് ഇൻടേക്കിനെ പറ്റിയിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം കിട്ടും. നേരത്തെ ഞാൻ ഇത് പറഞ്ഞ കാര്യമാണ്. അതായത് ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉള്ള ഒരു ഗ്രൂപ്പ് ആണെന്ന് വെക്കുക. അവിടെ നമ്മൾ അല്ലെങ്കിൽ അയൺ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? സോ കാര്യമില്ല. അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആയിട്ട് എങ്ങനെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കറക്റ്റ് ആയിട്ട് അത് നോക്കാതെ നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടില്ല. സോ ഒരു തറോ നോളേജ് അവിടെ ആവശ്യമാണ്. ഡയറ്ററി ഹാബിറ്റ്സ് അതുപോലെ ന്യൂട്രിയന്റ് ഇൻടേക്കും, എങ്ങനെയുള്ള ന്യൂട്രിയന്റ് ആണ് ഇൻടേക്ക് ആവശ്യമാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് തറവായിട്ടൊരു നോളേജ് വേണം. ഇനി ഒരു കോംപ്ലിമെന്ററി എഡ്യൂക്കേഷണൽ പ്രോഗ്രാം വേണം. കാരണം സാധാരണഗതിയിൽ ഈ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ഓർഗാനോലെപ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുന്നില്ല. നേരത്തെ പറഞ്ഞു, ടേസ്റ്റിലോ ഫ്ലേവറിലോ സ്മെല്ലിലോ ഒന്നും വ്യത്യാസം വരത്തില്ല. പക്ഷെ ഇൻ കേസ് അതിന്റെ ക്യാരക്ടർ, ഫുഡിന്റെ ക്യാരക്ടർ എന്തെങ്കിലും വ്യത്യാസം വന്നു, കഴിക്കുമ്പോൾ എന്തെങ്കിലും ടേസ്റ്റിലോ ഫ്ലേവറിലോ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ, ഇൻ കേസ് ആണ് പറയുന്നത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം നമ്മൾ അവിടെ കൊടുത്തേ മതിയാവൂ. അപ്പോൾ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ പരിഹരിക്കാൻ കൊടുക്കുന്ന സാധനത്തിനെ പരിഹരിക്കാൻ വീണ്ടും നമ്മൾ പോകണം എന്നുള്ളത് എന്താണ് ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം. വന്നു കഴിഞ്ഞാലാണ്, വരുമോ എന്നുള്ള കാര്യം വളരെ ചെറിയ ഒരു പെർസെൻറ്റേജിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കോംപ്ലിമെന്ററി എഡ്യൂക്കേഷണൽ പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്യുക, ആളുകളിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അവയർനെസ് എത്തിക്കുക എന്നുള്ള കാര്യമാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി പരിഹരിക്കാനുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ക്ഷീണമോ എന്തെങ്കിലും വരുമ്പോൾ പറയും വെള്ളം കുടിക്കൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ വെള്ളം കുടിച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് ക്ഷീണം മൊത്തത്തിൽ മാറുമോ? നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ആയിരിക്കും ചിലപ്പോൾ. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു മൈക്രോ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഫോർട്ടിഫൈഡ് ചെയ്ത ഫുഡ്സ് കഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി പ്രിവെന്റ് അല്ലെങ്കിൽ പരിഹരിക്കാനായിട്ട് പറ്റത്തില്ല. സോ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല ഈ ഒരു ഫോർട്ടിഫൈഡ് ഫുഡ്സ് എന്നുള്ള കാര്യം. അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, വൈറ്റമിൻസ് എല്ലാം വളരെ സെൻസിറ്റീവ് ആണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമായിട്ട് ഇപ്പൊ ചൂട് കൂടിക്കഴിഞ്ഞാൽ, ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ, ഓക്സിജൻ അളവ് കൂടിയാലോ, pH കൂടിയാലോ കുറഞ്ഞാലോ, ലൈറ്റ്, ഓക്സിഡൈസിങ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻസ് ഇതിന്റെയൊക്കെ പ്രസൻസ് വരുമ്പോൾ വൈറ്റമിൻസ് എന്താവാൻ തുടങ്ങും, അൺസ്റ്റേബിൾ ആവാനായിട്ട് തുടങ്ങും. സോ ഈ വൈറ്റമിൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ അവിടെ വൈറ്റമിൻസിന് ചെറിയ രീതിയിലുള്ളൊരു അൺസ്റ്റെബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന പ്രോസസ്സിങ് ചെയ്യുമ്പോൾ, പ്രോസസ്സിങ്ങും സ്റ്റോറേജും ഒക്കെ ചെയ്യണമല്ലോ നമ്മുടെ ഈ ഫുഡ് ഐറ്റംസ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും എന്ത് ചെയ്യും, കുറച്ച് ലോസസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊരു ലിമിറ്റേഷൻ ആണ്. നെക്സ്റ്റ് പറഞ്ഞ ലിമിറ്റേഷൻ എന്താണ്, ഇവിടെ പറയുന്നത് നമ്മൾ ഈ ഫോർട്ടിഫൈഡ് ചെയ്യുമ്പോൾ, ഈ പ്രോസസ്സിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ലോസുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് ആരാണ്, ഫുഡ് ഇൻഡസ്ട്രി വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഫുഡ് ഇൻഡസ്ട്രി എക്സ്ട്രാ എമൗണ്ട് ഓഫ് വൈറ്റമിൻസ് എല്ലാം ആഡ് ചെയ്യേണ്ടി വരും ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു ഉറപ്പ് കൊടുക്കേണ്ടി വരും. എന്തിനാണ്, ഇത്രയും അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഡിക്ലെയർഡ് എമൗണ്ട് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ നോർമൽ ഷെൽഫ് ലൈഫിന്റെ ഒക്കെ ഒരു കാര്യങ്ങൾ എത്ര നാൾ അവിടെ ഇരിക്കും എന്നുള്ളതോ അത്രയും നാളും ഈ ഒരു മൈക്രോ ന്യൂട്രിയൻ കണ്ടന്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പെല്ലാം ആര് കൊടുക്കേണ്ടി വരും, ഫുഡ് ഇൻഡസ്ട്രി കൊടുക്കേണ്ടി വരും ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ അഡ്വാൻറ്റേജ് ആണ് ഏറ്റവും കൂടുതലുള്ളത്, എങ്കിലും ഒന്ന് കുറച്ച് ലിമിറ്റേഷൻസ് വരും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഈസ് നീഡഡ് ടു മെയിൻറ്റെയിൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഓപ്ഷൻ എ, ബാലൻസ്ഡ് ഡയറ്റ് ഇൻ ബോഡി. ഓപ്ഷൻ ബി, എക്സസീവ് ഓഫ് വൈറ്റമിൻസ് ഇൻ ബോഡി. ഓപ്ഷൻ സി, ടു മേക്ക് ഫുഡ് ടേസ്റ്റ് സ്മെൽ ബെറ്റർ. ഓപ്ഷൻ ഡി, കൺട്രോൾ ഓഫ് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്. അപ്പൊ നമ്മൾ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്തിനു വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യണം, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുക, അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഏത് ആൻസർ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ടു കൺട്രോൾ ഓഫ് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ. അപ്പൊ വലിയ വലിയ സെന്റൻസുകളാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നത്, തറവായിട്ട് വായിക്കാം.
ഓരോന്നായിട്ട് വായിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ന്യൂട്രിയൻസ് ആർ ആഡഡ് ടു സ്റ്റേപ്പിൾ ഫുഡ്സ് സിൻസ് ദേ ആർ വൈഡ്ലി കൺസ്യൂംഡ്. Thus, this is an excellent method to improve the health of a large section of the population all at once. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ ഫോർട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേപ്പിൾ ഫുഡ്സിലേക്ക്, ലാർജ്ലി കൺസ്യൂം ചെയ്യുന്ന ഫുഡ്സിലേക്ക് ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ലാർജ് ഒരു പോപ്പുലേഷനിലേക്ക് എത്തിക്കുമ്പോൾ എന്താണ്, അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ശരിയാണോ? ഫോർട്ടിഫിക്കേഷൻ സംബന്ധിച്ച ആ ഒരു പോയിന്റ് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇവിടെ, കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഇറ്റ് ഈസ് എ സേഫ് മെത്തേഡ് ഓഫ് ഇംപ്രൂവിംഗ് ന്യൂട്രീഷൻ എമംഗ് പീപ്പിൾ. അപ്പോൾ ആളുകൾക്കിടയിൽ ന്യൂട്രീഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നല്ലൊരു മെത്തേഡ് തന്നെയാണ് ഏത്, ഫോർട്ടിഫിക്കേഷൻ. അപ്പൊ ഇത്ര വരെ ശരിയാണ്. രണ്ടാമത്തെ ഒരു സെന്റൻസ് പറഞ്ഞ എന്താണ്, ദ അഡീഷൻ ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് ടു ഫുഡ് ഡസ് നോട്ട് പോസ് എ ഹെൽത്ത് റിസ്ക് ടു പീപ്പിൾ. അപ്പോൾ നമ്മൾ ആ ഒരു ഫുഡിനകത്തേക്ക് മൈക്രോ ന്യൂട്രിയൻസ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ അത് പ്രത്യേകിച്ച് ഹെൽത്ത് റിസ്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ പറഞ്ഞു ഇത് യൂസ് ചെയ്യാൻ എന്താണ്, സേഫ് ആണെന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ഇതുവരെയും സ്റ്റേറ്റ്മെന്റ് അല്ല, ആ ഒരു സെന്റൻസ് എന്താണ്, കറക്റ്റ് ആണ്. ആ അടുത്ത സെന്റൻസ് വായിക്കാം. ദ ക്വാണ്ടിറ്റി ആഡഡ് ഈസ് സ്മോൾ and well under the recommended daily allowances and are well regulated as per prescribed standards for safe consumption. അപ്പൊ ഈ ഫോർട്ടിഫിക്കേഷനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സേഫ് ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഡെഫിഷ്യൻസി എല്ലാം പരിഹരിക്കും എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ അബണ്ടന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പാടില്ല. സ്മോൾ എമൗണ്ടിൽ കോൺസ്റ്റന്റ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, കോൺസ്റ്റന്റ് ആയിട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പൊ അതെന്താണ്, അതിനെ നമ്മൾ റെക്കമെൻഡഡ് ഡെയിലി അലൗവൻസസ്, ഒരാൾക്ക് ഒരു വ്യക്തിയിലേക്ക് എത്ര മാത്രം പോവാം. കാരണം ഇവർക്ക് ഈ ഒരു ഫോർട്ടിഫൈഡ് ഫുഡിൽ നിന്ന് മാത്രമല്ല ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുന്നത്, വേറെ ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്, അതിൽ നിന്നും എന്ത് ചെയ്യാം, ന്യൂട്രിയൻസ് എല്ലാം വരാം. സോ അതുകൊണ്ട് തന്നെ അതൊരു ബാലൻസിൽ പോകണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. സോ ആ സെന്റൻസ് എന്താണ് അവിടെ, കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. സോ ആ സ്റ്റേറ്റ്മെന്റ് ഫുൾ ആയിട്ട് എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഇറ്റ് ഈസ് എ കോസ്റ്റ് എഫക്റ്റീവ് ഇന്റർവെൻഷൻ. ശരിയാണ്, കോസ്റ്റ് എഫക്റ്റീവ് ഇന്റർവെൻഷൻ ആണ്. ആൻഡ് ഡസ് റിക്വയർ ചേഞ്ചസ് ഇൻ ഈറ്റിംഗ് പാറ്റേൺസ് ഓർ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് പീപ്പിൾ. It is a socio-culturally acceptable way to deliver nutrients to people. അതൊക്കെ ശരിയാണ്. സോഷ്യോ കൾച്ചറൽ വേയിലൊക്കെ തന്നെയാണ് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും, ആളുകൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് കൊടുക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആളുകളിലേക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഈറ്റിംഗ് പാറ്റേൺസ് മാറ്റണം എന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് മാറ്റണം എന്ന് ഇല്ല. അല്ലേ, നമ്മൾ പറഞ്ഞിരുന്നല്ലോ അവരുടെ ഈറ്റിംഗ് പാറ്റേൺസിൽ കാര്യങ്ങളൊന്നും മാറ്റണ്ട, അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് തന്നെയാണ് ഈ ഫോർട്ടിഫൈഡ് ഫുഡ്സും. പക്ഷെ അത് കഴിക്കുന്നത് വഴി എന്താ ഉപയോഗം, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഒന്നും വരത്തില്ല എന്നുള്ള കാര്യമാണ്. സോ നമുക്ക് ഏതാ തെറ്റായിട്ട് വന്നത്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ റോങ് ആണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, ഇറ്റ് ഡസ് നോട്ട് ആൾട്ടർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഫുഡ് ലൈക്ക് ടേസ്റ്റ്, അരോമ ഓർ ദി ടെക്സ്ചർ ഓഫ് ദി ഫുഡ്. അപ്പൊ ഈ ടേസ്റ്റ്, അരോമ, ടെക്സ്ചർ ഇതെന്താ നമ്മൾ പറയുന്നത്, ഓർഗാനോലെപ്റ്റിക് പ്രോപ്പർട്ടീസ് എന്നാണ് ഇതിനെയൊക്കെ പറയുന്നത്. നമ്മുടെ സെൻസിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ സെൻസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാണ് നമ്മൾ ഓർഗാനോലെപ്റ്റിക് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഫോർട്ടിഫൈഡ് ഫുഡ്സ് എന്ത് ചെയ്യുന്നില്ല, ഓർഗാനോലെപ്റ്റിക് പ്രോപ്പർട്ടീസിനെ ഒന്നും ആൾട്ടർ ചെയ്യുന്നില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഓൾട്ടർ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള കാര്യമാണ്, നമ്മളിത് പറഞ്ഞ കാര്യമാണ്. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ മൂന്നാമത്തെ മാത്രമാണ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെയാണ്. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ എ പറയുന്നു 1 and 2, ഓപ്ഷൻ ബി പറയുന്നു only 4, ഓപ്ഷൻ സി പറയുന്നു only 3, ഓപ്ഷൻ ഡി പറയുന്നു only 2. ഏതാ ആൻസർ, ഓപ്ഷൻ സി ആണ്. only 3 മാത്രമാണ് നോട്ട് എ ബെനിഫിറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് ഫോർട്ടിഫൈഡ് ഫുഡ്സ്. താഴെ തന്നിരിക്കുന്നതിൽ ഫോർട്ടിഫൈഡ് ഫുഡ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ഏതാണെന്നാണ്. ആദ്യത്തെ ഓപ്ഷൻ പറയുന്നു ഫുഡ്സ് ദാറ്റ് കണ്ടെയ്ൻ മാൻ മെയ്ഡ് ന്യൂട്രിയൻസ്. മാൻ മെയ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു. ഓപ്ഷൻ ബി പറയുന്നു ഹൈ ഫൈബർ ഫുഡ്സ് ആണെന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു ഫുഡ് നാച്ചുറലി ഹൈ ഇൻ എ സർട്ടൻ ന്യൂട്രിയന്റ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി പറയുന്നു ഫുഡ്സ് ടു വിച്ച് എക്സ്ട്രാ ന്യൂട്രിയൻസ് ഹാവ് ബീൻ ആഡഡ്. അപ്പൊ നമ്മൾ ഫുഡ്സിനകത്ത് ഇത് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ബിയും സിയും അല്ല എന്നറിയാം, രണ്ടും കളയാം. എയും ഡിയും ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. കാരണം ഫുഡ്സിനകത്തേക്ക് നമ്മൾ മാൻ മെയ്ഡ് ന്യൂട്രിയൻസ് ആണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ വേറെ എവിടെ നിന്നും എടുക്കുന്നതല്ല, മാൻ മെയ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഫുഡ്സിലേക്കൊക്കെ ആഡ് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം.
പിന്നെ പറയുന്നത് എന്താണ്? ഫുഡ്സ് ടു വിച്ച് എക്സ്ട്രാ ന്യൂട്രിയൻസ് ഹാവ് ബീൻ ആഡഡ്. ഈ ഒരു കാര്യമാണ് നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്നത്. കാരണം ഈ ഫുഡ്സിലേക്ക് ഇപ്പൊ റൈസിലാണെങ്കിലും അതിന് സ്വന്തമായിട്ടൊരു ന്യൂട്രിയന്റ് ഉണ്ട്. ആ ഉള്ളതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ട് അത് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്ട്രാ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഫുഡ്സിനകത്തേക്ക് ഇപ്പൊ മിൽക്ക് ആണെങ്കിൽ മിൽക്കിനകത്ത് കാൽഷ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു വൈറ്റമിൻ എയും ഡിയും എല്ലാം പ്രോസസ് ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ട് പോകും എന്ന് പറഞ്ഞു. പിന്നെ അവിടെ എന്തുണ്ട്? കാൽഷ്യം ഉണ്ട്. കാൽഷ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാ ന്യൂട്രിയന്റ് ആയിട്ട് പിന്നെ വൈറ്റമിൻ ഡി എയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഫുഡ് ടു വിച്ച് എക്സ്ട്രാ ന്യൂട്രിയൻസ് ഹാവ് ബീൻ ആഡഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what was the original purpose of food fortification? Food fortification the original purpose എന്താണ്? Option A, to decrease the occurrence of nutrient deficiencies. Option B, to make foods easier to digest. Option C, to increase absorption of nutrients in the digestive tract. Option D, to boost sales of processed foods. അപ്പോൾ നമുക്ക് ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ ശരിയായിട്ട് തോന്നും. ഏതൊക്കെയാ ഓപ്ഷൻ? ആദ്യത്തെ ഓപ്ഷൻ ടു ഡിക്രീസ് ദ ഒക്കറൻസ് ഓഫ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി തന്നെയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഏതാ ശരിയായിട്ട് തോന്നുന്നത്? ഓപ്ഷൻ ഡി ആണ് തോന്നുന്നത്, ടു ബൂസ്റ്റ് സെയിൽസ് ഓഫ് പ്രോസസ്ഡ് ഫുഡ്സ്. കാരണം ഒരു കൊമേഴ്ഷ്യലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്സിൽ ന്യൂട്രിയന്റെ സപ്ലൈ ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യലി നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഒറിജിനൽ പർപ്പസാ ചോദിക്കുന്നത്, കൊമേഴ്ഷ്യൽ വ്യൂയിലുള്ള പർപ്പസ് അല്ല നമുക്ക് അറിയേണ്ടത്. ഫുഡ് ഫോർട്ടിഫിക്കേഷന്റെ ഒറിജിനൽ പർപ്പസ് എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ ഏതേ ആൻസർ ആയിട്ട് വരുള്ളൂ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ടു ഡിക്രീസ് ദ ഒക്കറൻസ് ഓഫ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്. Next question, staple foods such as cereal, grains and rice might get fortified with this nutrient to prevent visual impairment. അപ്പൊ വിഷ്വൽ ഇമ്പയർമെന്റ്, വിഷ്വൽ എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മുടെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ വിഷ്വൽ ഇമ്പയർമെന്റ് തടയാനായിട്ട് നമ്മൾ ഈ ഒരു സിറിയൽ ഗ്രെയിൻസിലേക്കും റൈസിലേക്കും ഒക്കെ ആഡ് ചെയ്യുന്ന ന്യൂട്രിയന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വൈറ്റമിൻ ഡി, ഓപ്ഷൻ ബി ഫോളിക് ആസിഡ്, ഓപ്ഷൻ സി വൈറ്റമിൻ എ, ഓപ്ഷൻ ഡി അയൺ. ഏതാണ്? വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ് എന്തുണ്ടാക്കുന്നത്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താണ്? ഒരു വിഷ്വൽ ഇമ്പയർമെന്റ് ആണ് നൈറ്റ് blindness. Okay. Next question, which of the following are benefits and advantages of fortification of food? മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്, മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് ഫോർട്ടിഫിക്കേഷന്റെ ബെനിഫിറ്റും അഡ്വാൻറ്റേജും ഏതെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഡസന്റ് ചേഞ്ച് എക്സിസ്റ്റിംഗ് ഫുഡ് പാറ്റേൺസ്. ഫോർട്ടിഫൈഡ് ഫുഡ്സ് കഴിക്കുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് ഫുഡ് പാറ്റേൺസ് ഒന്നും മാറ്റേണ്ടതായിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇവിടെ? ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ആൾട്ടേഴ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഫുഡ്. ഫുഡിന്റെ ക്യാരക്ടർ എന്തെങ്കിലും മാറ്റുന്നുണ്ടോ? ഇല്ല. സോ റോങ് ആണ്. മൂന്നാമത്തെ പറഞ്ഞു, സേഫ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ശരിയാണ്. സോ 1ഉം 3യുമാണ് നമുക്ക് ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ 1, 3 ആണ്. 1, 2 അല്ല, 2, 3 അല്ല, ഓൾ ഓഫ് ദീസ് അല്ല. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ? Food fortification primary purpose. Option A, to enhance the taste of foods. Option B, to increase the shelf life of foods. Option C, to add key vitamins and minerals to staple foods. Option D, to improve the appearance of the food. ഏതാ ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ഓപ്ഷൻ സിയും ഉണ്ട്. അതുപോലെ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തന്നാൽ നമ്മൾ ഏത് കൊടുക്കണം? ഓപ്ഷൻ അത് കൊടുക്കാം. വൈറ്റമിൻ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അതാണ് നമ്മളുടെ ഗോള്. വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ല, മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. മാൽ ന്യൂട്രീഷൻ, ഹിഡൻ ഹങ്കർ എന്ന് പറയുന്ന സംഭവം വരാൻ പാടില്ല. മൈക്രോ ന്യൂട്രിയന്റെ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സ്ട്രാറ്റജി വന്നിരിക്കുന്നത്. സോ അങ്ങനെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കയറി വന്നാൽ അതിന് പ്രാധാന്യം കൊടുക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തിരിച്ചു മറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. Next question, which of the following micronutrients is not typically added during the fortification of staple foods? Staple foods in the fortification നമ്മൾ സാധാരണയായിട്ട് ആഡ് ചെയ്യാത്ത മൈക്രോ ന്യൂട്രിയന്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ എ അയൺ, ഓപ്ഷൻ ബി അയഡിൻ, ഓപ്ഷൻ സി ഗ്ലൂക്കോസ്, ഓപ്ഷൻ ഡി വൈറ്റമിൻ എ. ഏതാണ്? ഓപ്ഷൻ സി ഗ്ലൂക്കോസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹിഡൻ ഹങ്കർ? എന്താണ് ഹിഡൻ ഹങ്കർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, lack of sufficient food supply. Option B, deficiency of micronutrient. Option C, excessive consumption of unhealthy foods. Option D, overeating due to stress. ഏതാ ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡെഫിഷ്യൻസി ഓഫ് മൈക്രോന്യൂട്രിയൻസ് നമ്മൾ ഹിഡൻ ഹങ്കർ എന്ന് വിളിക്കും. അല്ലെങ്കിൽ മൈക്രോന്യൂട്രിയന്റ് മാൽ ന്യൂട്രീഷനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? മാൽ ന്യൂട്രീഷനെയും നമുക്ക് എന്തെന്ന് വിളിക്കാവുന്നതാണ്? ഹിഡൻ ഹങ്കർ എന്ന് വിളിക്കാവുന്നതാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ NFHS, what percentage of women in the reproductive age group in India are anemic? അപ്പോൾ NFHS പ്രകാരം എത്ര ശതമാനം വുമൻ ഇൻ റീപ്രൊഡക്റ്റീവ് ഏജ് അനീമിക് ആണെന്നാണ്? ഓപ്ഷൻ എ 25.6%, ഓപ്ഷൻ ബി 53.1%, ഓപ്ഷൻ സി 45.8%, ഓപ്ഷൻ ഡി 35.7%. അപ്പോൾ എന്താണ്, നമ്മുടെ ഈ ഒരു ശതമാന കണക്കൊന്നും ചോദിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം FSSAIയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു വിവരമാണിത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ശതമാന കണക്കൊക്കെ അങ്ങ് ബൈഹാർട്ട് ചെയ്തോളുക. 53.1% ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു അഡീഷണൽ കാര്യം കൂടി ഇപ്പൊ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതാണ്, നാഷണൽ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഡേ. അതുകൂടെ പഠിച്ചോളുക. നാഷണൽ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഡേ എന്ന് ഏതാണ്? ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഡേ പഠിച്ചോളുക. നവംബർ 7 കേട്ടോ. എങ്ങാനും കയറി ചോദിച്ചാൽ അറിയണം. നവംബർ 7 ആണ് നാഷണൽ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഡേ. ഓക്കെ, ഇത് പഠിക്കുമ്പോൾ ഇതും കൂടെ എക്സ്ട്രാ ഒന്ന് പഠിച്ചോളുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ? താഴെ തന്നിരിക്കുന്നതിൽ ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷന്റെ എക്സാമ്പിൾ ഏതെന്നാണ്? ഓപ്ഷൻ എ, ഫോർട്ടിഫൈയിങ് cereals for everyone. ഓപ്ഷൻ ബി, ഫോർട്ടിഫൈയിങ് sauces for the general public. ഓപ്ഷൻ സി, ഫോർട്ടിഫൈയിങ് food specially for pregnant women and nursing mothers. ഓപ്ഷൻ ഡി, ഫോർട്ടിഫൈയിങ് milk for general consumption. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ അല്ല. എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നമുക്ക് ഏതേ പറയാൻ പറ്റൂ? ഓപ്ഷൻ സി ആണ്, ഫോർട്ടിഫൈയിങ് ഫുഡ്സ്. കാരണം നമ്മളൊരു പോപ്പുലേഷൻ്റെ അകത്തുനിന്ന് ഒരു സബ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആണ്. സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? സ്പെസിഫിക് ഫോർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കും. സ്പെസിഫിക് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സിനാരിയോ ഈസ് മാസ് ഫോർട്ടിഫിക്കേഷൻ കൺസിഡർഡ് ദ ബെസ്റ്റ് ഓപ്ഷൻ? എപ്പോഴാണ് മാസ് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻസീവ് ഫോർട്ടിഫിക്കേഷൻ ബെസ്റ്റ് ആണെന്ന് പറയുന്നത്? ഓപ്ഷൻ എ, when the general population has adequate nutritional intake. Option B, when there is an unacceptably high danger of nutritional insufficiency in the general populace. Option C, when fortification is only needed for children. Option D, when fortification is only required for pregnant women. അപ്പോൾ എന്താണ് നമ്മൾ എപ്പോഴാണ് മാസ് ഫോർട്ടിഫിക്കേഷൻ നല്ലതെന്ന് പറയാനുള്ള കാര്യം? ഒരു ആളുകൾ, ഒരു വലിയൊരു പോപ്പുലേഷൻ എടുക്കുകയാണ്, അവിടെ ഒരു അൺഅക്സെപ്റ്റബിളി ഹൈ ഡേഞ്ചർ ഓഫ് മൈക്രോ ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസി വരികയാണ്, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഇൻസഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ന്യൂട്രിയന്റ് എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫോർട്ടിഫൈഡ് ഫുഡ്സ് അവിടെ സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next question, which of the following health issues is caused by deficiency of vitamin A? Vitamin A deficiency എന്തുണ്ടാക്കും? ഓപ്ഷൻ എ, നൈറ്റ് ബ്ലൈൻഡ്നസ്. ഓപ്ഷൻ ബി, ഗോയിറ്റർ. ഓപ്ഷൻ സി, അനീമിയ. ഓപ്ഷൻ ഡി, റിക്കറ്റ്സ്. എന്താ ഉണ്ടാക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടു. ഓപ്ഷൻ എ, നൈറ്റ് ബ്ലൈൻഡ്നസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. Next question, which is one of the primary objective of food fortification? Food fortification ന്റെ primary objective എന്താണ്? Option A, to increase food production. Option B, to improve food aesthetics. Option C, to maintain the nutritional quality of the foods. Option D, to reduce food processing time. എന്തിനു വേണ്ടിയിട്ടാ? ആ ഒരു ഫുഡിന്റെ, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. Next question, which of the following is a key factor in the design of a fortification program? ഒരു ഫോർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു കീ ഫാക്ടർ എന്താണ്? പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്താണെന്നാണ്? ഓപ്ഷൻ എ, ഇൻക്രീസിംഗ് ദ പ്രൈസ് ഓഫ് ഫോർട്ടിഫൈഡ് ഫുഡ്സ്. ഓപ്ഷൻ ബി, ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി ടാർഗറ്റ് ഗ്രൂപ്പ്. ഓപ്ഷൻ സി, റെഡ്യൂസിംഗ് ദ ന്യൂട്രീഷണൽ കണ്ടന്റ് ഓഫ് ദി ഫുഡ്. ഓപ്ഷൻ ഡി, എലിമിനേറ്റിംഗ് സർട്ടൻ ഫുഡ് ഗ്രൂപ്പ്സ്. എന്താണ്? നമ്മൾ എപ്പോഴും ഒരു ഫോർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ കീ സ്റ്റെപ്പ് എന്താണ്? ടാർഗറ്റ് ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടന്റ് ദാറ്റ് ദി ഫോർട്ടിഫൈഡ് ഫുഡ് ബി കൺസ്യൂംഡ് ബൈ എ ലാർജ് സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ? എന്തുകൊണ്ടാണ് ഫോർട്ടിഫൈഡ് ഫുഡ്സ് ഒരു ലാർജ് സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ കൺസ്യൂം ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് എന്ന് പറയാനുള്ള റീസൺ? ഓപ്ഷൻ എ, ടു ഇൻക്രീസ് മാർക്കറ്റ് സെയിൽസ്. ഓപ്ഷൻ ബി, ടു എൻഷുർ വൈഡ് സ്പ്രെഡ് ന്യൂട്രീഷണൽ ഇമ്പാക്ട് എസ്പെഷ്യലി ഫോർ ദോസ് അറ്റ് റിസ്ക് ഓഫ് ഡെഫിഷ്യൻസി. ഓപ്ഷൻ സി, ടു എൻഹാൻസ് ഫുഡ് അപ്പിയറൻസ്. ഓപ്ഷൻ ഡി, ടു മിനിമൈസ് ഫുഡ് വേസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ലാർജ് പോപ്പുലേഷൻ, ഒരുപാട് ആൾക്കാർ ഒരുപോലെ എടുക്കണം എന്ന് പറയാനുള്ള റീസൺ? ഒരു റിസ്ക് ഓഫ് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ, മൈക്രോ ന്യൂട്രിയന്റെ റിസ്ക് ഓഫ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ന്യൂട്രീഷണലിന്റെ ഇമ്പാക്ട് വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യുക? നമ്മൾ
റെഡ്യൂസ് ചെയ്യിക്കുക അല്ലെങ്കിൽ ആ ഡെഫിഷ്യൻസി ഒന്ന് കൺട്രോൾ ആക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ 1-2 ആൾക്കാർക്ക് നമുക്ക് ആ ഒരു ഫോർട്ടിഫൈഡ് ഫുഡ്സ് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ ഉപയോഗം ഉണ്ടാവുള്ളൂ. ഒരു ലാർജ് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ഉപയോഗം വരണ്ടേ. സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോർട്ടിഫൈഡ് ഫുഡ്സ് കഴിക്കുമ്പോൾ എല്ലാ പോപ്പുലേഷനും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫുഡ്സ് എടുക്കുന്നതും അതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ഫുഡ്സ് ടിപ്പിക്കലി സബ്ജക്റ്റഡ് ടു മാസ് ഫോർട്ടിഫിക്കേഷൻ? മാസ് ഫോർട്ടിഫിക്കേഷന് പോകുന്ന ഫുഡ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ എ, ഫുഡ്സ് കൺസ്യൂംഡ് ബൈ എ സ്പെസിഫിക് സബ് ഗ്രൂപ്പ്. ഓപ്ഷൻ ബി, ഫുഡ്സ് സച്ച് ആസ് cereal, sauces, milk, oil and vegetables. Option C, only fruits and dairy product. Option D, exclusive items like exotic spices. അപ്പോൾ മാസ് ഫോർട്ടിഫിക്കേഷന് പോകുക മീൻസ് എന്താണ്? ഒരു എക്സ്റ്റെൻസീവ് ഒരു വലിയ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരേപോലെ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് ആയിരിക്കണം. അത് ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. സിറിയൽസ്, സോസസ്, മിൽക്ക്, ഓയിൽ ആൻഡ് വെജിറ്റബിൾസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി കൺസിഡേർഡ് വെൻ determining the level of nutrients to be added in fortified foods? നമ്മൾ ഫോർട്ടിഫൈഡ് ഫുഡ്സിനകത്തേക്ക് ന്യൂട്രിയൻസ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ട കാര്യം? ഓപ്ഷൻ എ, the nutrients should be excessively high. Option B, the nutrients should be insignificant. Option C, the nutrients should not adversely affect the metabolism of any other nutrient. Option D, the nutrients should change the color of the food. അപ്പോൾ എന്താണ്? നമ്മൾ ഫോർട്ടിഫിക്കേഷന് വിധേയമാക്കുന്ന ഫുഡിൽ ആഡ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഒരിക്കലും വേറൊരു ന്യൂട്രിയൻസിന്റെ മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ മസ്റ്റ് ന്യൂട്രിയൻസ് ആഡഡ് ടു ഫോർട്ടിഫൈഡ് ഫുഡ്സ് ബി സ്റ്റേബിൾ അണ്ടർ കസ്റ്റമറി കണ്ടീഷൻസ് ഓഫ് പാക്കേജിംഗ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂസ്? അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസിന്റെ ന്യൂട്രിയൻസ് എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആയിരിക്കണം എന്ന് പറയാനുള്ള റീസൺ. അത് പല രീതിയിലുള്ള പ്രോസസ്സിങ്ങിന് പോകുന്നുണ്ട്. പാക്കേജിങ്ങിന് പോകുന്നുണ്ട്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, യൂസിനൊക്കെ പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ഇത് സ്റ്റേബിൾ ആയിരിക്കണം എന്ന് പറയുന്നതിന്റെ റീസൺ എന്താ? Option A, to enhance the taste of food. Option B, to prevent nutrient degradation and ensure they remain effective. Option C, to increase shelf life. Option D, to improve the appearance of the packaging. അപ്പോൾ ഈ ന്യൂട്രിയൻ നമ്മൾ എന്തിനു വേണ്ട ശരിക്കും പറഞ്ഞാൽ ഈ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് ന്യൂട്രിയൻ എൻറിച്ച് ആയിരിക്കണം, അല്ലെങ്കിൽ ന്യൂട്രിയൻസിന്റെ ആ ഒരു എമൗണ്ട് അതിനകത്ത് മെയിൻറ്റെയിൻ ആയിരിക്കണം. അപ്പൊ അതിനൊരു ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ അത് കഴിക്കുന്നത് വഴി നമുക്കൊരു എഫക്റ്റ് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോർട്ടിഫൈഡ് ചെയ്തിരിക്കുന്ന ഫുഡ് കഴിക്കുന്നത്. സോ ന്യൂട്രിയന്റ് ഡീഗ്രേഡ് ആയി പോയിട്ട് ഒരു ഉപയോഗം ഇല്ലാത്തൊരു ഫോർട്ടിഫൈഡ് ഫുഡ് നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് ഫോർട്ടിഫൈഡ് ഫുഡ്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന മൈക്രോ ന്യൂട്രിയൻസ് എന്തായിരിക്കണം? സ്റ്റേബിൾ ആയിരിക്കണം. ടു പ്രിവെന്റ് nutrient degradation and ensure they may remain effective. Next question, why is central processing important in food fortification? എന്തുകൊണ്ടാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷന് സെൻട്രൽ പ്രോസസ്സിംഗ് ഇമ്പോർട്ടന്റ് എന്ന് പറയാനുള്ള റീസൺ? ഓപ്ഷൻ എ, to allow consumers to add their own nutrients at home. Option B, to ensure nutrients can be added under controlled conditions at minimum cost. Option C, to increase food shelf life. Option D, to increase the nutritional content of the foods. അപ്പോൾ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് മൈക്രോ ന്യൂട്രിയൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ആളുകൾക്ക് നല്ലത് വരട്ടെ എന്ന് കരുതി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് തോന്നിയ പോലൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ എന്ത് ചെയ്യണം? നമ്മൾ കൺട്രോൾഡ് കണ്ടീഷൻ ആയിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എന്തായിരിക്കണം? മിനിമം കോസ്റ്റ് ആയിരിക്കണം. ഫോർട്ടിഫിക്കേഷൻ ചെയ്തു എന്ന് കരുതിയിട്ട് ആളുകളുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യാൻ പാടില്ല? അധികമായിട്ടുള്ള പൈസ ഒന്നും ഈടാക്കാൻ പാടില്ല. അതിനൊരു റീസണബിൾ പ്രൈസ് ഇട്ടിട്ട് വേണം നമ്മൾ കൺസ്യൂമേഴ്സിന്റെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ ഏത് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ടു ensure nutrients can be added under controlled conditions at a minimum cost. Next question, which type of fortification is described as a hybrid or supplementation and fortification? ഏത് ടൈപ്പ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡ് ഓഫ് സപ്ലിമെന്റേഷൻ എന്നോ അല്ലെങ്കിൽ ഫോർട്ടിഫിക്കേഷൻ എന്നോ പറയുന്നത്, അല്ലെങ്കിൽ ഫോർട്ടിഫിക്കേഷൻ ഹൈബ്രിഡ് എന്നോ സപ്ലിമെന്റേഷൻ എന്നൊക്കെ പറയുന്നത്. തിരിച്ചു മറിച്ചൊക്കെ വരാം കേട്ടോ ആ വേർഡ്സുകൾ. Option A, mass fortification. Option B, market driven fortification. Option C, household and community fortification. Option D, targeted fortification. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. കാരണം എന്താ? നമ്മൾ അതിനകത്തേക്ക് അഡീഷണൽ ആയിട്ട് ന്യൂട്രിയന്റ് കൊടുക്കുകയാണ്. പൗഡർ ഫോമിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ സോളിബിൾ പിൽസിന്റെ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ന്യൂട്രിയൻസിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ അബൌട്ട് മാർക്കറ്റ് ഡ്രിവൺ ഫോർട്ടിഫിക്കേഷൻ? മാർക്കറ്റ് ഡ്രിവൺ ഫോർട്ടിഫിക്കേഷനുമായിട്ട് പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇറ്റ് ഈസ് മാൻഡേറ്ററി ഇൻ ഓൾ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ്. മാൻഡേറ്ററി ആണോ? അല്ല. അത് ആ ഫുഡ് മേക്കറിന്റെ അല്ലെങ്കിൽ ആ ഒരു മാനുഫാക്ചറിന്റെ അനുസരിച്ചിരിക്കും, വേണമെങ്കിൽ ചെയ്യാം, മാൻഡേറ്ററി ഒന്നും അല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇറ്റ് റിക്വയർസ് അഡ്ഹിയറൻസ് ടു ഗവൺമെന്റൽ ഓർ ഫോർട്ടിഫിക്കേഷൻ റെഗുലേഷൻസ് ഡെസ്പൈറ്റ് ബീങ് ഓപ്ഷണൽ. അപ്പൊ ഇത് ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞു. ആ ഒരു മാനുഫാക്ചർ വേണമെങ്കിൽ ചെയ്താൽ മതി ഈ ഒരു മാർക്കറ്റ് ഡ്രിവൺ ഫോർട്ടിഫിക്കേഷൻ. അദ്ദേഹത്തിനനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനനുസരിച്ച് ഇരിക്കുന്നെങ്കിലും എന്ത് ചെയ്യണം? നമ്മളത് കറക്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ലോ എല്ലാം പാലിക്കണം. അതുപോലെ തന്നെ ഫോർട്ടിഫിക്കേഷൻ റെഗുലേഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓപ്ഷൻ ബി ആൻസർ എന്താണ്? ശരിയാണ്. മൂന്നാമത്തെ സെന്റൻസ് പറയുന്നു ഇറ്റ് ഡസ് നോട്ട് റിക്വയർ അഡ്ഹിയറൻസ് ടു എനി റെഗുലേഷൻസ്. അല്ല. നാലാമത് പറഞ്ഞു ഇറ്റ് ഈസ് മോർ കോമൺ ഇൻ പുവർ കൺട്രീസ്. അല്ല. ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിലാണ് ഏറ്റവും കൂടുതലായിട്ട് എന്ത് കാണുന്നത്? മാർക്കറ്റ് ഡ്രിവൺ ഫോർട്ടിഫിക്കേഷൻ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗസ് ഹോൾഡ് ആൻഡ് കമ്മ്യൂണിറ്റി ഫോർട്ടിഫിക്കേഷൻ? അപ്പോൾ ഹൗസ് ഹോൾഡ് ആൻഡ് കമ്മ്യൂണിറ്റി ഫോർട്ടിഫിക്കേഷന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ, ഫോർട്ടിഫൈങ് സിറിയൽസ് അറ്റ് എ ഫാക്ടറി ലെവൽ. ഫാക്ടറി ലെവൽ അല്ല, ആ പേരിൽ തന്നെ ഉണ്ട്. ഹൗസ് ഹോൾഡ് ആൻഡ് കമ്മ്യൂണിറ്റി ആണ്. ഒരു ചെറിയ ഒരു പോപ്പുലേഷനെ മാത്രമാണ് അത് എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. അപ്പോൾ ചെറിയൊരു പോപ്പുലേഷൻ മീൻസ് എന്താണ്? ഒരു കമ്മ്യൂണിറ്റി ലെവലാണ്, ഒരു ഹൗസ് ഹോൾഡിനകത്ത് നിൽക്കുന്ന കാര്യമാണ്. ഓപ്ഷൻ ബി, ആഡിങ് മൈക്രോന്യൂട്രിയൻസ് ടു സ്കൂൾ ലഞ്ച് പ്രോഗ്രാംസ്. Option C, using soluble pills and micronutrient powders at home. Option D, fortifying milk for public consumption. Option C an answer, using soluble pills and micronutrient powders. Next question, which fortification technology is commonly used for cereal flours and beverage powders? Cereal flours-ലും അതുപോലെ ബിവറേജ് പൗഡേഴ്സിലൊക്കെ ഏത് ഫോർട്ടിഫിക്കേഷൻ ടെക്നോളജി ആണ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, സ്പ്രേയിങ്. ഓപ്ഷൻ ബി, ഡിസല്യൂഷൻ ഇൻ ഓയിൽ. ഓപ്ഷൻ സി, ഡ്രൈ മിക്സിംഗ്. ഓപ്ഷൻ ഡി, കോട്ടിംഗ്. അപ്പോൾ ക്രിസ്റ്റൽസിലോ അല്ലെങ്കിൽ പൗഡർ രൂപത്തിലോ ആയിട്ടുള്ള ഫുഡിലൊക്കെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുന്നത് ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ്? ഡ്രൈ മിക്സിംഗ് ആണ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. Next question, what is the primary method of fortification for liquid milk drinks and fruit juices? Liquid milk, പാല്, സാധാരണ പാല്, ഡ്രിങ്ക്സ്, ഫ്രൂട്ട് ജ്യൂസസിലൊക്കെ നമ്മൾ എങ്ങനെ ഫോർട്ടിഫിക്കേഷൻ ചെയ്യും? ഓപ്ഷൻ എ, സ്പ്രേയിങ്. ഓപ്ഷൻ ബി, പെല്ലറ്റിംഗ്. ഓപ്ഷൻ സി, ഡിസല്യൂഷൻ ഇൻ ഓയിൽ. ഓപ്ഷൻ ഡി, ഡിസല്യൂഷൻ ഇൻ വാട്ടർ. ഏതാ ആൻസർ? ഓപ്ഷൻ ഡി ആണ്, ഡിസല്യൂഷൻ ഇൻ വാട്ടർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next question, for oily products such as margarine, which fortification method is used? ഓയിൽ പ്രോഡക്റ്റ്, മാർഗറിൻ ഞാൻ പറഞ്ഞ ഒരു സ്പ്രെഡ് ആണ്. സോയ് ബീൻസ് അതുപോലെ ഓയിലൊക്കെ കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്പ്രെഡ് ആണ് മാർഗറിൻ. അപ്പൊ ആ ഒരു ഓയിൽ ഫുഡ് പ്രോഡക്റ്റിനകത്ത് നമ്മൾ ഏത് രീതിയിലുള്ള ഫോർട്ടിഫിക്കേഷനാണ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, പെല്ലറ്റിംഗ്. ഓപ്ഷൻ ബി, കോട്ടിംഗ്. ഓപ്ഷൻ സി, ഡിസൊല്യൂഷൻ ഇൻ ഓയിൽ. ഓപ്ഷൻ ഡി, ഡിസൊല്യൂഷൻ ഇൻ വാട്ടർ. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് വൈറ്റമിൻ എ ടിപ്പിക്കലി ആഡഡ് ടു ഷുഗർ ഡ്യൂറിംഗ് ഫോർട്ടിഫിക്കേഷൻ? എങ്ങനെയാണ് ഷുഗറിനകത്തേക്ക് വൈറ്റമിൻ എ ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ഓപ്ഷൻ എ, ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആൻഡ് സ്പ്രേഡ്. ഓപ്ഷൻ ബി, അബ്സോർബ്ഡ് ഓൺ ടു ഷുഗർ ക്രിസ്റ്റൽസ് യൂസിംഗ് വെജിറ്റബിൾ ഓയിൽ. ഓപ്ഷൻ സി, കോട്ടഡ് വിത്ത് വാക്സ്. ഓപ്ഷൻ ഡി, മിക്സ്ഡ് ആസ് ഡ്രൈ പൗഡർ. അപ്പൊ ഏത് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, അബ്സോർബ്ഡ് ഓൺ ടു ഷുഗർ ക്രിസ്റ്റൽസ്. ഷുഗർ ക്രിസ്റ്റൽസിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന വൈറ്റമിൻ എ പൗഡർ രൂപത്തിലാണ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ വെജിറ്റബിൾ ഓയിലും കൂടി ആഡ് ചെയ്യും കേട്ടോ. വെജിറ്റബിൾ ഓയിലിന്റെ കാര്യം കൂടി പഠിച്ചോളുക. വെജിറ്റബിൾ ഓയിലും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷുഗർ ക്രിസ്റ്റൽസിനകത്തേക്ക് നമ്മൾ വൈറ്റമിൻ എ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു ഫോർട്ടിഫിക്കേഷൻ അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കോട്ടിംഗ് റൈസ് ഗ്രെയിൻ വിത്ത് വൈറ്റമിൻസ് ഡ്യൂറിംഗ് ഫോർട്ടിഫിക്കേഷൻ? അപ്പോൾ ഫോർട്ടിഫിക്കേഷൻ പ്രോസസ്സിൽ റൈസ് ഗ്രെയിനിനകത്ത് നമ്മൾ എന്താണ് വൈറ്റമിൻസ് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ പർപ്പസ് എന്താ? എന്തിനാണ് നമ്മൾ കോട്ട് ചെയ്ത് കൊടുക്കുന്നത്? വേറെ പ്രോസസ്സുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ ടെക്നോളജി ഉണ്ടല്ലോ. നമ്മൾ അതൊന്നും ചെയ്യാണ്ട് എന്തിനാണ് കോട്ടിംഗ് തന്നെ ചെയ്ത് കൊടുക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ, ടു എൻഹാൻസ് ദ ഫ്ലേവർ ഓഫ് ദി റൈസ്. ഓപ്ഷൻ ബി, ടു പ്രിവെന്റ് ന്യൂട്രീഷണൽ ലോസസ് വെൻ ദി ഗ്രെയിൻസ് ആർ വാഷ്ഡ് ബിഫോർ കുക്കിംഗ്. ഓപ്ഷൻ സി, to increase the size of the rice grains. Option D, to make the rice look shiny. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ട് ചെയ്ത് തന്നെ കൊടുക്കുന്നത്? ഈ ഒരു ന്യൂട്രിയന്റ് കഴുകുന്നതിനുള്ള, അരി കഴുകിയല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുക്ക് ചെയ്യുന്നതിന് മുന്നേ കഴുകുമ്പോൾ ഗ്രെയിൻസിൽ നിന്ന് ന്യൂട്രിയൻസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ടു പ്രിവെന്റ് ന്യൂട്രീഷണൽ ലോസസ് വെൻ ദി ഗ്രെയിൻസ് ആർ വാഷ്ഡ് ബിഫോർ കുക്കിംഗ്.
Next question, in the pelleting method of rice fortification, how are vitamins incorporated into the product? അപ്പോൾ pelleting മെത്തേഡിനകത്ത് എങ്ങനെയാണ് ഈ പറയുന്ന വൈറ്റമിൻസ് റൈസുമായിട്ട് ഇൻകോർപ്പറേറ്റ് പോകുന്നതാണ്? ഓപ്ഷൻ എ, sprayed onto whole rice grain. Option B, mixed with whole grains. Option C, incorporated into pellets reconstituted from broken kernels. Option B, coated with a thin layer of oil. എങ്ങനെയാ ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു പെല്ലറ്റ്സ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം ബ്രോക്കൺ കേണൽസ്. പറഞ്ഞു പൊട്ടിപ്പോകുന്ന കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ, അരി കഷ്ണങ്ങൾ കാണും, അതിനെ പെല്ലറ്റ്സ് ആയിട്ട് എടുത്തുകൊണ്ട് അതിൽ കൂടി എന്ത് ചെയ്യും, നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ കളയാറില്ല. അതിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന ഫോർട്ടിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഡ്രൈ മിക്സിംഗ് ഈസ് ദ പ്രിഫേർഡ് മെത്തേഡ് ഫോർ ഫോർട്ടിഫൈങ് ലിക്വിഡ് മിൽക്ക് ആൻഡ് ഫ്രൂട്ട് ജ്യൂസസ്. ഡ്രൈ മിക്സിംഗ് ആണോ? അല്ല. എന്തായിരുന്നു? ഡിസൊല്യൂഷൻ ഇൻ വാട്ടർ ആണ്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, സ്പ്രേയിങ് ഈസ് യൂസ്ഡ് ഇൻ കോൺഫ്ലെക്സ്. കോൺഫ്ലെക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രേയിങ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഡിസൊല്യൂഷൻ ഇൻ ഓയിൽ ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു ഫോർട്ടിഫൈ ഓയിലി പ്രോഡക്ട്സ് സച്ച് ആസ് മാർഗറിൻ. ഡിസൊല്യൂഷൻ ഇൻ ഓയിൽ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാർഗറിൻ, അതൊരു ഓയിലി സ്പ്രെഡ് ആണ്. ആ സ്പ്രെഡ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിനെ ഫോർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ബിയും സിയും ആണ് കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്, ഒൺലി എ അല്ല. ബി ആൻഡ് സി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next question, which method is used for fortifying cornflakes and other processed food that require cooking or extrusion steps? അപ്പോൾ ഏത് മെത്തേഡ് ഓഫ് ഫോർട്ടിഫൈങ്, ഏത് മെത്തേഡ് ഓഫ് ഫോർട്ടിഫിക്കേഷനാണ് നമ്മൾ കോൺഫ്ലേക്സിനകത്തേക്ക് വൈറ്റമിൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ്. അതിലെന്താണ്, അത് പ്രോസസ്ഡ് ഫുഡ്സിലേക്ക് പോകാനുള്ളതാണ്. ഒരുപാട് കുക്കിങ്ങും അതുപോലെ എക്സ്ട്രൂഷൻ സ്റ്റെപ്സ്, വീണ്ടും അതിനെ ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു സ്മോൾ പീസസ് ഒക്കെ ആക്കാനുള്ള എക്സ്ട്രൂഷൻ സ്റ്റെപ്സ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ ചെയ്യുന്ന ഫോർട്ടിഫിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ മെത്തേഡ് ഏതെന്നാണ്. ഓപ്ഷൻ എ കോട്ടിംഗ്, ഓപ്ഷൻ ബി സ്പ്രേയിങ്, ഓപ്ഷൻ സി ഡ്രൈ മിക്സിംഗ്, ഓപ്ഷൻ ഡി അഡീഷൻ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. സ്പ്രേയിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഫോർ ഷുഗർ ഫോർട്ടിഫിക്കേഷൻ വൈറ്റമിൻ എ ഈസ് ടിപ്പിക്കലി അബ്സോർബ്ഡ് ഇൻ ടു ദി കോർ ഓഫ് ദി ഷുഗർ ക്രിസ്റ്റൽസ്. അപ്പോൾ ഷുഗർ ഫോർട്ടിഫിക്കേഷനിലെ വൈറ്റമിൻ എ നമ്മൾ എങ്ങനെയാണ്, പൗഡർ രൂപത്തിലാണ് ഷുഗറിൽ കൊടുക്കുന്നത്. അത് എങ്ങനെ അബ്സോർബ് ചെയ്യും? ഷുഗർ ക്രിസ്റ്റൽസിന്റെ സർഫസ് ആണ് അബ്സോർബ് ചെയ്യുന്നത്, കോർ അല്ല. സർഫേസ് ആണ്. ഒരു വേർഡാണ് ഇവിടെ തെറ്റിയത് കേട്ടോ, നോക്കിക്കോ, അറിവായിട്ട് വായിക്കുക. കോർ അല്ല, സർഫേസ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് എന്താണ് ഇവിടെ റോങ് ആയി പോയി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ദ കോട്ടിംഗ് മെത്തേഡ് ഓഫ് ദി റൈസ് ഫോർട്ടിഫിക്കേഷൻ ഹെൽപ്സ് പ്രിവെന്റ് ദി ലോസ് ഓഫ് വൈറ്റമിൻസ് വെൻ റൈസ് ഈസ് വാഷ്ഡ് ബിഫോർ ദി കുക്കിംഗ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, പെല്ലറ്റിംഗ് ഇൻവോൾവ്സ് ഇൻകോർപ്പറേറ്റിംഗ് വൈറ്റമിൻസ് ഇൻ ടു ഹോൾ റൈസ് ഗ്രെയിൻസ് ടു ഇൻക്രീസ് ദെയർ സൈസ്. അപ്പൊ പെല്ലറ്റിംഗിൽ എന്തായിരുന്നു, നമ്മൾ ബ്രോക്കൺ കേർണൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പെല്ലറ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. അത് സൈസ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, എന്താണ്, ന്യൂട്രിയൻ എൻറിച്ച്മെന്റിന് വേണ്ടിയിട്ടാണ്. അവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു, പെല്ലറ്റ്സ് ആണ്, ബ്രോക്കൺ റൈസ് കേർണൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പൊ നമുക്ക് റോങ് ആയിട്ട് എയും സിയും ആണ് കിട്ടിയേക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ കോൺസ്ട്രെയിന്റ് ഫോർ ഫോർട്ടിഫൈങ് ഫുഡ്സ് വിത്ത് വൈറ്റമിൻ എ? വൈറ്റമിൻ എ ആയിട്ട് നമ്മൾ ഫോർട്ടിഫൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു കൺസ്ട്രെയിന്റ് എന്താണെന്നാണ്. ഓപ്ഷൻ എ ലോ ഫാറ്റ് കണ്ടന്റ്, ഓപ്ഷൻ ബി മോയ്സ്ചർ കണ്ടന്റ്, ഓപ്ഷൻ സി ഹൈ അസിഡിറ്റി, ഓപ്ഷൻ ഡി പ്രസൻസ് ഓഫ് പ്രിസർവേറ്റീവ്സ്. ഏതാ ആൻസർ? ഓപ്ഷൻ ബി ആണ്, മോയ്സ്ചർ കണ്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് അയഡിൻ ഫോർട്ടിഫിക്കേഷൻ ചലഞ്ചിങ്? അയഡിൻ ഫോർട്ടിഫിക്കേഷൻ ചലഞ്ചിങ് എന്ന് പറയാനുള്ള റീസൺ എന്താ? ഓപ്ഷൻ എ ഹൈ ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി, ഓപ്ഷൻ ബി അയഡിൻ സ്റ്റെബിലിറ്റി, ഓപ്ഷൻ സി ലോ ഡയറ്ററി റിക്വയർമെന്റ്, ഓപ്ഷൻ ഡി ഹൈ വൈറ്റമിൻ എ കണ്ടന്റ്. എന്താണ്? ഓപ്ഷൻ ബി ആണ്, അയഡിൻ സ്റ്റെബിലിറ്റി ആണ്. പറഞ്ഞിരുന്നു നമ്മളത് കൺസ്ട്രെയിന്റ് റെസ്ട്രിക്ഷൻ എന്ന രീതിയിലാണ് പഠിക്കുന്നതെങ്കിലും ഇവിടെ നമ്മൾ അയഡിന്റെ ആയാലും അയണിന്റെ ആയാലും കാര്യം പറഞ്ഞപ്പോൾ പറയുന്ന ഒരു ചലഞ്ചിങ് ആണ്. കുറച്ച് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അയഡിന്റെ സ്റ്റെബിലിറ്റി, അതായത് അതുപോലെ തന്നെ എപ്പോഴും ചെക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. അപ്പൊ അയഡിന്റെ സ്റ്റെബിലിറ്റി ആണ് അവിടെ ആ ഒരു അയഡിൻ ഫോർട്ടിഫിക്കേഷന് ചലഞ്ചിങ് ആയിട്ട് മാറുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ.
Next question, what is a potential risk of iron fortification specially mentioned for males? അപ്പോൾ അയൺ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ മെയിൽസിന് കുറച്ച് പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഫീമെയിൽസിനെ വെച്ച് നോക്കുമ്പോൾ മെയിൽസിനാണ് പ്രശ്നം എന്ന് പറഞ്ഞിരുന്നു. അത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഇൻക്രീസ്ഡ് അയൺ അബ്സോർപ്ഷൻ ഡ്യൂ ടു വൈറ്റമിൻ സി, ഓപ്ഷൻ ബി ലോങ് ടേം ഹെൽത്ത് റിസ്ക്, ഓപ്ഷൻ സി ഇന്ററാക്ഷൻ വിത്ത് ഡയറ്ററി കാൽഷ്യം, ഓപ്ഷൻ ഡി എൻഹാൻസ്ഡ് ഫ്ലേവർ ആൾട്ടറേഷൻ. ഓപ്ഷൻ ബി ഹെൽത്ത് റിസ്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ മെയിൽസിനൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ബ്ലഡിലാണെങ്കിലും അയണിന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ അവർക്കത് എന്താണ് ഗൊണാഡ്സിനെയൊക്കെ ബാധിക്കും, അതുപോലെ അവരുടെ സെക്സ് ലൈഫിനെയൊക്കെ ബാധിക്കും, അതുപോലെ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ വളരെ ലോ ആയിട്ട് മാറും. സോ അതുകൊണ്ട് തന്നെ അയൺ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്ത്രീകളെക്കാളും പുരുഷന്മാർക്ക് അയൺ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ഹെൽത്ത് റിസ്ക് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സിഗ്നിഫിക്കന്റ് അഡ്വാൻറ്റേജ് ഓഫ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഇൻ ടേംസ് ഓഫ് കൺസ്യൂമർ ഹാബിറ്റ്? കൺസ്യൂമറിന്റെ ഹാബിറ്റ് അനുസരിച്ച് ഫുഡ് ഫോർട്ടിഫിക്കേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നാണ്. ഓപ്ഷൻ എ, ഇറ്റ് റിക്വയർസ് കൺസ്യൂമേഴ്സ് ടു ചേഞ്ച് ദെയർ ഈറ്റിംഗ് ഹാബിറ്റ് സിഗ്നിഫിക്കന്റ്ലി. ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് ഹൈലി ഡിസ്റപ്റ്റീവ് ടു ട്രഡീഷണൽ ഡയറ്റ്. ഓപ്ഷൻ സി, ഡസ് നോട്ട് റിക്വയർ പീപ്പിൾ ടു ചേഞ്ച് ദെയർ ഈറ്റിംഗ് ഹാബിറ്റ്സ് മേക്കിംഗ് ഇറ്റ് അക്സെപ്റ്റബിൾ. ഓപ്ഷൻ ഡി, ഇറ്റ് മാൻഡേറ്റ്സ് ഡയറ്ററി സപ്ലിമെന്റ്സ് അലോങ് സൈഡ് റെഗുലർ മീൽസ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. നമ്മളിത് കുറെ ആയിട്ട് പറയുന്നു, ഫോർട്ടിഫൈഡ് ഫുഡ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കഴിച്ചു വരുന്ന ഒരു ഹാബിറ്റ്, ഹീറ്റിംഗ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ ഒരു പാറ്റേണോ ഒന്നും നമ്മൾ മാറ്റേണ്ടതായിട്ട് ഇല്ല. Next question, one of the limitation of the fortification is that vitamins are sensitive to external factors. Which of the following is not one of these factors? അപ്പോൾ നമ്മൾ പറഞ്ഞു വൈറ്റമിൻസ് ഫോർട്ടിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈറ്റമിൻസ് എപ്പോഴും സ്റ്റേബിൾ ആക്കി നിർത്തണം. കാരണം എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് വരുമ്പോൾ വൈറ്റമിൻസിന് മാറാനുള്ള, അതായത് സെൻസിറ്റീവ് ആണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമായിട്ട് എന്താണ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പോൾ ആ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹ്യൂമിഡിറ്റി, ഓപ്ഷൻ ബി ലൈറ്റ്, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി സോൾട്ട്. ഏതാണ്? സോൾട്ട് ആണ്. സോൾട്ട് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ അല്ലല്ലോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ റിക്വയർസ് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഇൻ പീപ്പിൾസ് ഈറ്റിംഗ് ഹാബിറ്റ്സ് മേക്കിംഗ് ഇറ്റ് ലെസ് അക്സെപ്റ്റബിൾ. ശരിയാണോ? തെറ്റാണ്. പ്രത്യേകിച്ച് ചേഞ്ച് കാര്യങ്ങളൊന്നും പീപ്പിളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ കൊണ്ടുവരേണ്ടതായിട്ടില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എഫക്ട് ഓഫ് ഫോർട്ടിഫിക്കേഷൻ ആർ ബോത്ത് ഫാസ്റ്റ് ആൻഡ് ബ്രോഡ് ഇമ്പാക്ടിങ് എ വൈഡ് റേഞ്ച് ഓഫ് പോപ്പുലേഷൻ ക്വിക്ലി. ശരിയാണ്. ഫോർട്ടിഫിക്കേഷന്റെ എഫക്ട് എങ്ങനെയാണ്? വൈഡ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഫോർട്ടിഫിക്കേഷൻ അഫക്ട് ദി ഓർഗാനോലെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഫുഡ് സച്ച് ആസ് ടേസ്റ്റ്, സ്മെൽ ആൻഡ് ടെക്സ്ചർ. തെറ്റാണ്. ഫോർട്ടിഫിക്കേഷൻ കാരണം ഓർഗാനോലെപ്റ്റിക് പ്രോപ്പർട്ടീസിനൊന്നും വ്യത്യാസം വരുന്നില്ല. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ അവയർനെസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നമുക്ക് ശരിയായിട്ട് ആകെ ബി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒൺലി ബി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഈസ് കൺസിഡേർഡ് എ സേഫ് സ്ട്രാറ്റജി ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയന്റ് ഇൻ ലോ ബട്ട് കോൺസ്റ്റന്റ് എമൗണ്ട്. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സേഫ് സ്ട്രാറ്റജിയാണ്. കാരണം ലോ എമൗണ്ടിൽ ന്യൂട്രിയൻസ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്, കോൺസ്റ്റന്റ് എമൗണ്ടിൽ എത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു വൈറ്റമിൻസ് ആഡഡ് ഡ്യൂറിംഗ് ഫോർട്ടിഫിക്കേഷൻ ആർ ഹൈലി റെസിസ്റ്റന്റ് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഹ്യൂമിഡിറ്റി, ഹീറ്റ്, എൻഷുറിംഗ് ലോങ് ഷെൽഫ് ലൈഫ് വിത്തൗട്ട് എനി ലോസസ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. എവിടെയാ തെറ്റ് വന്നത്? ഹൈലി റെസിസ്റ്റന്റ് അല്ല, ഹൈലി സെൻസിറ്റീവ് ആണ് ആൻസർ. സോ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു എ കോംപ്രഹെൻസീവ് നോളജ് ഓഫ് ഡയറ്ററി ഹാബിറ്റ്സ് ആൻഡ് ന്യൂട്രീഷണൽ ഇൻടേക്ക് ഇൻ ടാർഗറ്റ് ഗ്രൂപ്പ്സ് ഈസ് എസെൻഷ്യൽ ഫോർ എഫക്റ്റീവ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. അപ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫുഡ് ഫോർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഡയറ്ററി ഹാബിറ്റ്സിനെ പറ്റിയിട്ടൊക്കെ അറിയണം, അതുപോലെ ടാർഗറ്റ് ഗ്രൂപ്പ് അവരുടെ ന്യൂട്രിയന്റ് ഇൻടേക്ക് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് റോങ് ആയിട്ട് ആകെ ബി മാത്രമാണ് കിട്ടിയേക്കുന്നത്. ഒൺലി ബി ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫോർട്ടിഫിക്കേഷൻ ഈസ് ദി അൾട്ടിമേറ്റ് സൊല്യൂഷൻ ടു എലിമിനേറ്റ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. ശരിയാണോ? ഫോർട്ടിഫിക്കേഷൻ ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ആണോ? അല്ല. ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്ട്രാറ്റജിയാണ് നമുക്ക് ഡെഫിഷ്യൻസി വരാതിരിക്കാൻ. പക്ഷെ അതൊരു മൊത്തത്തിൽ അതല്ല ഒരു സൊല്യൂഷൻ. ഇതാണ് അന്തിമമല്ല, ഇത് ഒരു സ്ട്രാറ്റജി മാത്രമാണ്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ദ ഫുഡ് ഇൻഡസ്ട്രി നീഡ്സ് ടു ആഡ് എക്സ്ട്രാ എമൗണ്ട്സ് ഓഫ് വൈറ്റമിൻസ് ടു കോമ്പൻസേറ്റ് ഫോർ പൊട്ടൻഷ്യൽ ലോസസ് ഡ്യൂറിംഗ് പ്രോസസിംഗ് ആൻഡ് സ്റ്റോറേജ്.
ശരിയാണ്. അത് നമ്മളൊരു ലിമിറ്റേഷൻ ആയിട്ട് പഠിച്ച കാര്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ലോസുകൾ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഫുഡ് ഇൻഡസ്ട്രി വേണം നികത്താനായിട്ടുള്ളത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഫോർട്ടിഫിക്കേഷൻ ഈസ് സസ്റ്റൈനബിൾ ആൻഡ് സോഷ്യലി അക്സെപ്റ്റബിൾ ബിക്കോസ് ഇറ്റ് ക്യാൻ റീച്ച് സെക്കൻഡറി ടാർഗറ്റ് ഗ്രൂപ്പ് സച്ച് ആസ് ദി എൽഡർലി ആൻഡ് ദോസ് വിത്ത് അൺബാലൻസ്ഡ് ഡയറ്റ്. അപ്പോൾ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലാർജ് പോപ്പുലേഷന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ട്, അതായത് നമ്മുടെ എൽഡർലി ആൾക്കാർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിലും അതുപോലെ അൺബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ, സഫീഷ്യന്റ് ആയിട്ട് ന്യൂട്രിയന്റ് കിട്ടാത്ത ആൾക്കാർ, ഇവരിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂട്രിയന്റ് എത്തിക്കാനായിട്ട് പറ്റും. സോ ഫോർട്ടിഫിക്കേഷൻ അതിന് നല്ലൊരു കാര്യമാണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇവിടെ? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ബിയും സിയും ആണ് കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബി ആൻഡ് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ഫോർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇനിയും നമുക്ക് ഫോർട്ടിഫിക്കേഷന്റെ അഡ്വാൻറ്റേജ് നോക്കിയാൽ ഇനിയും കൂടുതൽ അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് ഒക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ഓരോ രീതിയിലായിട്ട് ഓരോ ന്യൂട്രിയൻസിന്റെ ആയിട്ട് എടുത്തെടുത്ത് ഇങ്ങനെ നമുക്ക് അത്രയും പോയിന്റ്സ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ അപ്പോൾ മാക്സിമം കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട്, മാക്സിമം പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുന്നത്. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒക്കെ തറവായിട്ട് കണ്ടല്ലോ. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിലേക്ക് ഒരു ജസ്റ്റ് ഒരു വേർഡിലാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റും ഇൻകറക്റ്റും ഒക്കെ ആയി പോകുന്നത്. സോ അതൊക്കെ തറവായിട്ട് നന്നായിട്ട് വായിച്ചിട്ട് മാത്രം പഠിച്ചു പോവുക, അല്ലെങ്കിൽ എക്സാം എഴുതാനായിട്ട് എക്സാം എഴുതുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.